خبير بما تعملون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. القبر إما روضة من رياض الجنة أو حفرة من نفر النيران. الحديث قال شفيعنا محمد مصطفى: إذا مات إنسان فخمس لخمسة ولحم لديدان وعظم لتربة ومال لوراث وروح لقابض وعمل لمظلومين فعلا بإقلتي. പ്രിയമുള്ള സത്യവിശ്വാസി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സർവാദിനാഥനും സർവേശ്വരനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട രാത്രിയിൽ അല്ലാഹുവിന്റെ പവിത്രമായ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ പദവികളും പരലോകത്ത് നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നാം അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരികയും ദുആ ചെയ്യുമ്പോൾ മാറ്റിത്തരികയും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരഗതമാക്കി ലോകത്ത് നിന്ന് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തരികയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അനുഗ്രഹീതമായ റമദാൻ ശരീഫിന്റെ സമാപന 10-ന്റെ 2-ാമത്തെ ദിവസമാണ് അൽഹംദുലില്ലാഹ്. ഇന്നലെ കഴിവിന്റെ പരമാവധി അൽഹംദുലില്ലാഹ് നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് പറ്റുന്ന രീതിയിൽ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് കുറേ സമയം അള്ളാഹുവിന് വേണ്ടി, എല്ലാ സമയവും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് സമയം ചായ കുടിക്കാൻ അരമണിക്കൂർ പോവും, ചോറ് കഴിക്കാൻ 1 മണിക്കൂർ പോവും, പിന്നെ അതിനിടയിൽ ഉറങ്ങാനും വിശ്രമിക്കാനും പിന്നെ ശാരീരികമായ മറ്റാവശ്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടും. അത് അനുഗ്രഹീതമായ പള്ളിക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ച്, അള്ളാഹുക്ക് വേണ്ടി ചിലവഴിച്ച് പള്ളിക്കകത്ത് നമ്മൾ സമയം ചിലവഴിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ നാം ചർച്ച ചെയ്തത് ജീവിതത്തിൽ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും നേരിടേണ്ട ഒരു രംഗത്തെയാണ് നാം ഇന്നലെ ചർച്ച ചെയ്തത്. ഒരാൾക്കും അതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഫിർഔനും അതിന്റെ മുന്നിൽ കുടുങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ അഹങ്കാരിയായി, ലോകം അറിയപ്പെട്ട അഹങ്കാരിയായി ലോകത്ത് പറഞ്ഞ ഹിറ്റ്ലർ എന്ന് പറയുന്ന അഹങ്കാരിയും അതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ടുണ്ട്. എന്തിനേറെ എഴുത്തുകാരും ചിന്തകന്മാരും പ്രഭാഷകന്മാരും കഴിവുള്ളവരും അഭ്യാസികളും അഭ്യാസം അറിഞ്ഞുകൂടാത്തവരും അറിവുള്ളവരും അറിവില്ലാത്തവരും ഒക്കെ എല്ലാവരും മരണം എന്ന് പറയുന്ന ആ ഒരു മഹാസംഭവത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ ഉടനെ അറിയും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാഹു ലോകത്ത് പടച്ചിട്ടുള്ള എല്ലാ ശരീരവും, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പടച്ചിട്ടുള്ള എല്ലാ ശരീരവും നിർബന്ധമായും ആ മരണത്തെ രുചിക്കണം. അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അപ്പൊ നമ്മളെ എല്ലാവരെയും നമ്മൾ കുളിക്കുന്നത് പോലെ അല്ലാതെ നമ്മളെ എല്ലാവരെയും മറ്റുള്ളവർ കുളിപ്പിക്കും. നമുക്കിപ്പോ നമ്മൾ ഇന്ന് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ശരീരം ഇങ്ങനെ നമുക്ക് തേക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ളവർ കുളിപ്പിക്കുന്ന സമയം നമ്മൾ തേക്കില്ല, അവര് വന്ന് നമ്മുടെ ശരീരം ഇങ്ങനെ തേച്ച് വൃത്തിയാക്കി തരും. അതേപോലെ തന്നെ നമ്മുടെ നഖത്തിനടിയിലുള്ള അഴുക്കുകളെല്ലാം നമ്മുടെ മക്കൾ ഇങ്ങനെ വന്ന്, വാപ്പ മരിച്ചു, ഇല്ലെങ്കിൽ ഉമ്മ മരിച്ചു, കുടുംബക്കാർ മരിച്ചു, അവരിങ്ങനെ നഖത്തിനടിയിലുള്ള അഴുക്കെല്ലാം എടുത്തു തന്ന് വളരെ വൃത്തിയാക്കി ഭംഗിയാക്കി കുളിപ്പിച്ച് ഇന്നുവരെ നമ്മൾ ധരിച്ചിട്ടില്ലാത്ത വെണ്മയുള്ള വസ്ത്രം, എത്ര വെളുത്ത വസ്ത്രം നമ്മൾ ധരിച്ചാലും അതിനേക്കാൾ വെളുപ്പമാണ് കഫൻ തുണിക്ക്. അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ എത്ര നല്ല വെള്ള ഡ്രസ്സ് ധരിച്ചാലും കഫൻ തുണി അതങ്ങോട്ട് ശരീരത്തിൽ അങ്ങോട്ട് മൂടുമ്പോൾ അതിനൊരു വെളുപ്പ് കൂടുതലാണ്.
ആ വെള്ള വസ്ത്രം കൊണ്ട് നമ്മളെ പൊതിഞ്ഞ് എല്ലാവരും, വേണ്ടപ്പെട്ടവരും വേണ്ടാത്തവരും ഒക്കെ നമ്മുടെ മുന്നിൽ വന്ന് ഒറിജിനൽ കണ്ണുനീരും അല്ലാത്ത കണ്ണുനീരും ഒക്കെ ഒഴിച്ച് നമ്മളെ ഇങ്ങനെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് നാം ഇന്നലെ പറഞ്ഞത്. ചിന്തകന്മാര് പറയുകയാണ്, ഒരാൾക്ക് 3 കൂട്ടുകാരനുണ്ടായിരുന്നു. ഒരു വലിയ ലോകത്ത് ധാരാളം, പിന്നെ ഒരു കഥ നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് ഗുണപാഠം എന്ന നിലയിൽ. 3 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം മരിക്കാൻ പോവാണ്. മരണക്കട്ടിലിൽ ഇങ്ങനെ കിടന്നിട്ട് 3 കൂട്ടുകാരെയും അദ്ദേഹം അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു. ഒന്നാമത്തെ ആളിനോട് ചോദിച്ചു, ഞാൻ മരിക്കാൻ പോവാണ്, ഒരുപാട് സമയം എത്തില്ല, ഉടനെ ഞാൻ മരിക്കും. അങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. ആ കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഞാനുണ്ടാവും, കഫം പൊതിയാൻ ഞാനുണ്ടാവും, സന്തൂക്ക് എടുത്തുകൊണ്ട് വരാൻ ഞാനുണ്ടാവും, അതിനകത്ത് കിടത്താനും ഞാനുണ്ടാവും, നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന മുൻപന്തിയിൽ എന്നെ നോക്കിയാൽ ഞാനുണ്ടാവും. അത്രയ്ക്ക് നമ്മൾ വലിയ കമ്പനിയാണ്. മുൻപന്തിയിൽ ഞാനുണ്ടാവും. എന്റെ ഉറ്റ സുഹൃത്താ നിങ്ങളായതുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ട മയ്യത്ത് കട്ടില് പള്ളിക്കാടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ടാവും. എന്നിട്ട് ഖബറിൽ കൊണ്ടുപോകും, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കുമ്പോഴും ഞാനുണ്ടാവും. ഖബറിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ഖബറിനകത്തേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഞാനുണ്ടാവും. എന്നിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും മിൻഹാ നുഖ്രിജുകും താറത്തുൻ നുഖറ, 3 പിടി മണ്ണ് വാരി ഖബറിനകത്തിട്ടിട്ട് അസ്സലാമു അലൈക്കും, പിന്നെ ഞാനുണ്ടാവില്ല, അവിടം വരെ എന്തായാലും ഞാനുണ്ടാവും എന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞു. രണ്ടാമത്തെ ആളിനോട് സക്കറാത്തിന്റെ ഹാലിൽ കിടന്ന ഈ മനുഷ്യൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ രണ്ടാമത്തെ കൂട്ടുകാരൻ നീയാണ്, നീ എന്റെ കൂടെ എവിടം വരെ ഉണ്ടാവും? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എപ്പോഴും മരിക്കോ ആ സമയം ഞാനും നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും തീരും. നിങ്ങളെ റൂഹ് എപ്പോഴും പിരിയോ, അത് കണ്ണിലൂടെ ആണെങ്കിൽ അങ്ങനെ, വായിലൂടെ ആണെങ്കിൽ അങ്ങനെ. ഇന്നലെ നാം അങ്ങനെയാണ് പറഞ്ഞത്, റൂഹ് പിരിയുന്ന രംഗം. അപ്പൊ എപ്പോഴും നീ മരിക്കോ അപ്പോഴും ഞാനും നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു, പിന്നെ ആ ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടുകാരനോട് ചോദിച്ചു, നീ എങ്ങനെയുണ്ടാവും എന്റെ കൂടെ? മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നീ മരിച്ചാൽ നിന്റെ കഫൻ തുണി, നിന്റെ മയ്യത്ത് കുളി, നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് എല്ലാരും പോയാലും ഞാൻ പോവില്ല, നിന്റെ കൂടെ ഖബറിനകത്ത് ഞാൻ ഇറങ്ങും. അങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നില്ലേ? നിന്റെ കൂടെ ഖബറിനകത്ത് ഞാൻ ഇറങ്ങും, എന്നിട്ട് നിന്റെ ഖബറിനകത്ത് മലക്കുകൾ വന്ന് നിന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോ നിന്റെ കൂടെ ഞാനുണ്ടാവും, പരലോകത്ത് നിന്റെ കൂടെ ഞാനുണ്ടാവും. നീ സ്വർഗത്തിലാണെങ്കിൽ അവിടെ ഞാനുണ്ട്, നരകത്തിലാണെങ്കിൽ അവിടെയും ഞാനുണ്ട്. നമ്മളെല്ലാവരും ഇപ്പൊ ആലോചിക്കും, ഈ മൂന്നാമത്തെ കൂട്ടുകാരനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അൽഹംദുലില്ലാ കൊള്ളായിരുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലത്ത് സഹായിക്കാനുള്ള മൂന്നാമത്തെ കൂട്ടുകാരൻ. ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ 3 കൂട്ടുകാരാരെന്നറിയുമോ? ഒന്നാമത്തെ കൂട്ടുകാരൻ നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുക്കളുമാണ്. അവരാണ് ഒന്നാമത്തെ കൂട്ടുകാർ. അവരെവിടം വരെ വരും? യുനാദൂന ഖൽഫൻ നഇസി മല്ലാ യുജീബുഹും ബിസൈരിൻ ഇലാ ലഹദി. പണ്ഡിതന്മാര് പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട മക്കൾ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ അട്ടക്കുളങ്ങരയിൽ നീ മരിച്ചു എന്ന് ഫോൺ ചെയ്ത് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. നമ്മുടെ പള്ളിയുടെ മുമ്പിലിരിക്കുന്ന കറുത്ത ബോർഡിൽ നമ്മുടെ മുഅദ്ദിൻ സാഹിബ് എഴുതി വെക്കുകയാണ്, ഇന്ന സ്ഥലത്ത് ഇന്നയാൾ മരണപ്പെട്ടുപോയി, ഖബറടക്കം ഇത്ര മണിക്കുണ്ടാകുമെന്ന് പറയുമ്പോൾ വന്നവരെല്ലാം വായിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഇഅ്തികാഫിനുണ്ടായിരുന്ന മനുഷ്യനാണ്. ഉസ്താദ് വന്ന് വായിച്ചു നോക്കി, സുദക്ക എനിക്ക് തന്ന മനുഷ്യനാണ്, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ മനുഷ്യനാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യാനാണ്? എല്ലാവരും ഇങ്ങനെ ബോർഡ് വായിച്ചു നോക്കി. ആ മയ്യത്ത് പരിപാലനത്തിനൊന്ന് വീട് വരെ എത്താൻ, മയ്യത്ത് നിസ്കാരത്തിലൊന്ന് പങ്കെടുക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇദ്ദേഹത്തിന്റെ മക്കളും കൂടെ നടക്കുകയാണ്. മയ്യത്ത് കട്ടില് കൊണ്ടുപോകുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാപ്പാന്ന് വിളിക്കുമ്പോ, നേരത്തെ വിളിക്കുമ്പോ എന്താ മക്കളെ എന്ന് വിളി കേട്ടിരുന്നു. നമ്മളെ വാപ്പാന്ന് നമ്മുടെ മക്കൾ വിളിക്കുമ്പോ നമ്മൾ പെട്ടെന്ന് എന്താന്ന് നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് യുനാദൂന ഖൽഫൻ നഇസി മല്ലാ യുജീബുഹും, മറുപടി കൊടുക്കാത്ത വാപ്പായ അവരിന്ന് വിളിക്കുകയാണ്. വാപ്പാ, എന്നെ കളഞ്ഞിട്ട് പോവുകയാണോ വാപ്പാ? ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന അവന്റെ വീടിന്റെ യഥാർത്ഥ പടി കടക്കുമ്പോഴാണ്. മയ്യത്തായി
അപ്പോഴാണ് യഥാർത്ഥ വേദന. അവന്റെ വീടിന്റെ മെയിൻ വാതിൽ കിടക്കുമ്പോഴാണ് ഏറ്റവും വലിയ വേദന ഒരു മയ്യത്തിന് ഉണ്ടാവുക. ഏറ്റവും വലിയ വേദന എപ്പോഴാണ് ഉണ്ടാവുക. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, മക്കളെല്ലാവരും വരും, കൂടെ വന്ന് മക്കൾ നടന്ന് ഖബറിൽ വന്നിട്ട് അവസാനം 3 പിടി മണ്ണ്. അത് ഇന്നത്തെ മക്കൾ മണ്ണ് വാരിയിടാറില്ല. കാരണം എന്താ? കൂടിയ മക്കളാണ്, കയ്യിൽ മണ്ണ് പറ്റും. ബാക്കിയുള്ള പാവപ്പെട്ടവർ മണ്ണ് വാരിയിടുന്നത് കണ്ട് നോക്കി നിൽക്കും. ഇല്ലാതെ മണ്ണ് വാരിയിടുന്ന മക്കളെ വളരെ അപൂർവം. നിങ്ങൾ എവിടെയെങ്കിലും മയ്യത്തടക്കുമ്പോ പോയി നോക്കിയേ, ഏതെങ്കിലും മക്കൾ വാപ്പാടെ കവറിലേക്ക് മണ്ണ് വാരിയിടുന്നുണ്ടോന്നില്ല. അവര് കുഴിവെട്ടുകാർക്ക് പൈസ കൊടുക്കാനും ഉസ്താദിന് പൈസ കൊടുക്കാനും അങ്ങനെയുള്ള മറ്റാവശ്യങ്ങളുമായിട്ട് പള്ളിയുടെ മുമ്പിലുണ്ടാവും. മണ്ണ് വാരിയിടുന്ന മക്കൾ കുറവാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും മിൻഹാ നുഖ്രിജുകും താറത്ത്. അതൊരു ബന്ധമാണ്. വാപ്പാടെ കവറിലേക്ക് മണ്ണ് വാരി ഇട്ടിട്ട് ആ മണ്ണ് ഇങ്ങനെ കൈകൊണ്ട് തൂത്ത് കളയുമ്പോൾ അതൊരു ബന്ധം തന്നെയാണ്. പക്ഷെ അത് ചെയ്യാൻ ഇന്ന് നമ്മുടെ മക്കളില്ല. ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചെയ്തെന്ന് പറഞ്ഞാലും ചെയ്തില്ലെന്ന് പറഞ്ഞാലും വാപ്പാക്ക് വാപ്പാടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ചെയ്യണം. ചെയ്യുമ്പോൾ അതൊരു ബന്ധമാണ്. വാപ്പയുമായിട്ടുള്ള മകന്റെ അവസാനത്തെ ഒരു സമ്മാനം കൊടുക്കുക. അതുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്ത ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയവും ചിന്തയും ഉണ്ടാവും. ഇന്ന് നാം മണ്ണിൽ നിന്ന് അകന്നു പോയില്ലേ, നമുക്കിന്ന് ഇടാൻ തോന്നണില്ല. ഏതായാലും എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കൂട്ടുകാരൻ അവരാണ്. നമ്മുടെ മാതാപിതാക്കളും മക്കളും ബന്ധുക്കളുമാണ്. ഖബർ വരെ അവരുണ്ടാവും. ഖബർ കഴിഞ്ഞാൽ പിന്നെ ഉള്ള പരിപാടിക്ക് അവരുണ്ടാവില്ല. പിന്നെ അവര് പോവുകയാണ്. പിന്നെ അല്പമെങ്കിലും പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ ആ ഖബർ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കി യാ ഉമ്മീ, ഉമ്മ വാപ്പ സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും പറഞ്ഞ് പോവാണ്. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി ഈമാനുള്ളവർ പറയുന്ന എന്താ? ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അള്ളാന്റെ വിധി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ താമസിക്കാതെ ഞങ്ങളും നിന്റെ കൂടെ വന്ന് ചേരും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വരും. ഇതാണ് ഒന്നാമത്തെ കൂട്ടുകാർ. രണ്ടാമത്തെ കൂട്ടുകാരാരാ? മരിച്ച ഉടനെ തന്നെ ബന്ധം തീർന്നു. ആരാ രണ്ടാമത്തെ കൂട്ടുകാർ? ആർക്കെങ്കിലും പറയാൻ പറ്റും? സമ്പത്താണ്. നമ്മുടെ കാശ്. ഇടതുപക്ഷത്തിന്റെ സമ്പത്തല്ല, നമ്മുടെ സമ്പത്ത്, പോക്കറ്റിൽ കിടക്കുന്ന കോയാക്കുട്ടി. അതാണ് ഇത്. എപ്പോഴാണെന്നറിയോ? നമ്മൾ എപ്പോഴും മരിക്കോ അപ്പോഴും തീർന്നു. നമ്മുടെ പോക്കറ്റിൽ 10 ലക്ഷം രൂപയുണ്ട്, നമ്മളിങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് നടക്കുകയാണ്. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് അറ്റാക്ക് വന്ന് ഇങ്ങനെ അവിടെ ഇരുന്നങ്ങ് മരിക്കണം. അള്ളാഹു കാക്കട്ടെ. മരിച്ചാൽ പിന്നെ ഈ 10 ലക്ഷം രൂപ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യം കാണുന്ന ആളെടുത്തോണ്ടങ്ങ് പോകും. എന്തായാലും നീ പോയി ഇതെങ്കിലും എന്റെ പോക്കറ്റ് ഇരിക്കട്ടെ എന്ന് പറയും. ചിലപ്പോൾ 10 ലക്ഷം ഒരുമിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ടായിരിക്കും നിനക്ക് അറ്റാക്ക് വന്നത്, അതുകൊണ്ട് ഞാൻ 2 പോക്കറ്റിലായിട്ട് 5 ലക്ഷം വെച്ച് വെച്ചോളാം, അസ്സലാമു അലൈക്കും എന്ന് പറയും. അങ്ങനെ എടുത്തിട്ട് പോകും. കാരണം എന്തെന്നറിയോ? അതങ്ങനെയാണ്. മരിച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ പൈസ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. പിന്നെ മക്കളാരെങ്കിലും നമുക്ക് പിന്നെ ഹൈന്ദവരൊക്കെ മരിക്കുമ്പോൾ ചിലപ്പോ എന്റെ അച്ഛനെ ചന്ദനമുട്ടിയിൽ വെച്ച് എന്നെ കത്തിക്കണം. അപ്പൊ ആ അച്ഛന്റെ പൈസ എടുക്കും, അമ്മയുടെ പൈസ എടുക്കും, അത് വേറെ വിഷയം. അപ്പൊ അതങ്ങനെയാണ്. ഏതായിരുന്നാലും മരിച്ചു കഴിഞ്ഞാൽ സമ്പത്തുമായുള്ള നമ്മുടെ ബന്ധം തീർന്നു. മൂന്നാമത്തെ കൂട്ടുകാരാരാ? മൂന്നാമത്തെ കൂട്ടുകാർ അമലുകളാണ്. അമലുകൾ. നീ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ കൂടെ ഖബറിലുണ്ടാകും. ഈ ഇഅ്തികാഫ് നമ്മുടെ ഖബറിന്റെ പ്രകാശമുള്ള അമലാക്കി അല്ലാഹു നമുക്ക് തരട്ടെ. ഈ അനുഗ്രഹീതമായ പള്ളിക്കകത്ത് എത്ര പണ്ഡിതന്മാർ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്, എത്ര മുഅ്മിനീങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ദുആ ചെയ്ത് 2 കണ്ണും നിറഞ്ഞൊഴുകിയപ്പോ ആ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമ്മുടെ ഖബറിൽ അനുഗ്രഹീതമായ ഈ രാത്രിയുടെ ഇഅ്തികാഫിന്റെ ഓരോ സെക്കൻഡും നക്ഷത്രതുല്യ പ്രതിഫലമായി അല്ലാഹു നമുക്ക് തരട്ടെ. എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതാ സഹാബി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭാര്യയുണ്ട്, വികാരമുണ്ട്, നല്ല റൂമുണ്ട്, AC ഉണ്ട്, കിടക്കാൻ വലിയ കൊതിയുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടായതിനോടുകൂടി ഞാൻ അവിടെ നിന്നും വരണില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറി പടച്ചോന് വേണ്ടി രാത്രി ചെലവഴിക്കുന്നതാരാണ്? അവനെയാണ് അള്ളാഹിന് ഏറ്റവും വലിയ ഇഷ്ടം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ. എല്ലാ ദിവസവും അങ്ങനെ ഭാര്യയെ കളഞ്ഞിട്ട് വന്ന് ഇഅ്തികാഫിരിക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് പ്രധാനപ്പെട്ട ഈ ഒരു ദിവസം നോമ്പുകാരാണ്, ക്ഷീണമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എന്നിട്ടും വീട്ടിലൊന്ന് ചെന്നിട്ട് കിടന്നുറങ്ങാൻ നമുക്ക് സൗകര്യമുണ്ട്, താല്പര്യമുണ്ട്. നമ്മൾ നോക്കണം, നോമ്പിന് പ്രതിഫലം കൂടുതൽ എന്താണെന്നറിയോ? നോമ്പിന് രാത്രികാലം സമയം ചെലവഴിച്ച പ്രതിഫലം കൂടുതൽ. 1, പകൽ മുഴുവനും പട്ടിണി കിടന്നതിന്റെ ക്ഷീണം. 2 നോമ്പ് സമയത്ത് വികാരം കൂടുതലാണ്. നോമ്പ് സമയത്ത് വികാരം കൂടുതലാണ്.
നിങ്ങൾ പറയും ഈത്തപ്പഴം തിന്നണോണ്ടല്ല, ഈത്തപ്പഴം തിന്നണോണ്ടല്ല. അല്ലെങ്കിൽ നോമ്പ് സമയത്ത് വികാരം കൂടുതലാണ് ഒരു മനുഷ്യൻ, വികാരം കൂടുതലാണ്. എന്തുകൊണ്ട് അള്ളാഹു ആ വികാരം മനുഷ്യന് കൂടുതൽ തരുന്നു? അവനത് പിടിച്ചു നിർത്തിയിട്ട് രാത്രി പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുകയാണെങ്കിൽ അവന് പ്രതിഫലം കൂടുതലാണ്. എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ? ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഇനി ആ 10 ദിവസം വീട്ടിലേക്ക് പോകണില്ല ഉസ്താദേ, വേഗം മുണ്ടും ഉടുപ്പും എല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ടാ വന്നിരിക്കണം, ഞാൻ പോണില്ല എന്നാ പറഞ്ഞു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ അതാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടം. നമ്മുടെ ഈ രാത്രി നമ്മുടെ ഖബറിൽ എല്ലാവരും, നമ്മുടെ മക്കൾ മണ്ണുവാരി ഇടട്ടെ ഇടാതിരിക്കട്ടെ, നമ്മുടെ മുമ്പ് വന്നിട്ട് പോയാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഇൻഷാ അല്ലാഹ് ഇതായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് കളിച്ച കാര്യമില്ല, ഇത് നിസാരമല്ല, ഇത് തമാശയല്ല. പടച്ചോന്റെ പള്ളിയാണിത്, അള്ളാഹുവിന്റെ പള്ളിയിൽ. സമയം നമ്മൾ നോക്കണം, എത്ര മണിയാണെന്നുണ്ടോ? 12:20 പോവാണ്. ഈ സമയത്ത് ലോകത്ത് എന്തെല്ലാം നടക്കുന്നു? തിയേറ്ററുകളിൽ സിനിമ നടക്കുന്നു, വ്യഭിചാരശാലകളിൽ വ്യഭിചാരം നടക്കുന്നു, കള്ളി ഷാപ്പ്, ബിവറേജ് ഷാപ്പുകളിൽ അരണ്ട വെളിച്ചത്തിനുള്ളിൽ പലതും നടക്കുന്നു. മോഷണവും വഞ്ചനയും കവർച്ചയും നടക്കുന്നു. നമ്മൾ കൈകാലുകൾ കഴുകി മനസ്സ് കഴുകാൻ വേണ്ടി പള്ളിക്കകത്ത് വന്നിരിക്കുകയാണ്. ശരീരം കഴുകി, ഇനി നമ്മുടെ മനസ്സുകൂടി കഴുകണം. മനസ്സ് കഴുകണമെങ്കിൽ പരലോകത്തിന്റെ വിചാരണ മുഴുവനും പറഞ്ഞു തീർക്കുമ്പോഴേ നമ്മുടെ ഹൃദയം ശുദ്ധിയാവും. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയമുള്ളവരെ രക്ഷപ്പെടുക. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ പ്രവൃത്തി ഉണ്ടാവും. നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന പ്രവൃത്തിയാണോ നമുക്കുള്ളത്? ആലോചിച്ച് നോക്കി. നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ പ്രവൃത്തിയാണ്. ഇപ്പൊ എന്നെ കാണുമ്പോൾ നിങ്ങൾ നോക്കുമ്പോ എന്റെ കൂടെയുള്ള പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ പറ്റൂല. പക്ഷെ അള്ളാഹു ഖബറിലാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള പ്രവൃത്തി അള്ളാഹു നോക്കുകയാണ്. കള്ളുകുടിയാണെങ്കിൽ ആ പ്രവൃത്തി, വ്യഭിചാരമാണെങ്കിൽ അത്, മോശമായ ദുസ്വഭാവങ്ങൾ മുഴുവനും നമ്മുടെ കൂടെ. അതേപോലെ സൽസ്വഭാവങ്ങളും, സ്വീകരിക്കപ്പെട്ട ഹജ്ജ്, സ്വതക്ക, സക്കാത്ത് എല്ലാം നമ്മുടെ കൂടെ. നല്ല കാര്യം പറയുക, നല്ല വാക്ക് പറയുക, ദീനി ഉപദേശം നടത്തുക, അതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നാം ചെയ്ത ദുഷ്പ്രവൃത്തിയും നല്ല പ്രവൃത്തിയും രണ്ടും നമ്മുടെ കൂടെ ഖബറിനകത്തുണ്ടാകും. ബഹുമാനപ്പെട്ട പ്രവാചകർ പറയുകയാണ്, ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ സൂറത്തുൽ ഗാഫിറിൽ അല്ലാഹു പറയുകയാണ്, 45-46 ആയത്തിന്റെ ഭാഗം, വഹാഖ ബിആല ഫിർഔന സൂഉൽ അദാബ് അന്നാറു യുറളൂന അലൈഹാ അന്നാറു യുറളൂന അലൈഹാ. ഫിർഔൻ, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔനിന്റെ ഖബറിൽ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞതാണ്. എതിർക്കാൻ നമുക്ക് കഴിയില്ല. ഈ അടുക്കി വെച്ചിരിക്കുന്ന ഖുർആനിന്റെ സൂറത്തുൽ ഗാഫിർ എടുത്തു മറിച്ചു നോക്കുമ്പോ അതിനകത്ത് പറയുകയാണ്, അന്നാറു യുറളൂന അലൈഹാ ഉദുവ്വൻ വഅശിയ്യാ. എല്ലാ ദിവസവും ഫിർഔനിന്റെ ഖബറിൽ അള്ളാഹു നരകത്തെ കാണിച്ചു കൊടുക്കുന്നത് രാവിലെയും വൈകുന്നേരം. ഖുർആനാണ് പറയുന്നത്. രാവിലെ ഫിർഔനിന്റെ ഖബറിൽ നരകത്തിന്റെ ചിത്രം അള്ളാഹു, ഇന്ന് ജുമയ്ക്ക് നാം പറഞ്ഞ നരകത്തിന്റെ ചിത്രം അള്ളാഹു ഫിർഔന് ആ ഖബറിൽ കാണിച്ചു കൊടുക്കും. രാത്രിയാകുമ്പോഴും കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, കിടന്നോ, ഇവിടെ കിടന്നോടാ ഫിർഔനെ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഊതിയിട്ട് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമ്പോ, ഫിർഔനെ, നിനക്ക് തരാനുള്ളത് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, നിന്നെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. സാറുമാരെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് മേശപ്പുറത്തേക്കുന്ന ചൂരലെടുത്തിട്ട് ഇങ്ങനെ കാണിക്കാറില്ല. എന്താ? വേല കാണിച്ചാൽ അടി ഉറപ്പെന്നാ. ഇതിനടുത്ത് കാണിക്കാറുണ്ട്. ഖബറിനകത്ത് കിടന്ന് ഇനി വേല കാണിക്കട്ടെ കാണിക്കാതിരിക്കട്ടെ, അള്ളാഹ് തീരുമാനിച്ച നരകം. അന്നാറു യുറളൂന അലൈഹാ ഉദുവ്വൻ വഅശിയ്യാ. രാവിലെയും വൈകുന്നേരവും അവന്റെ ഖബറിൽ, ഫിർഔനിന്റെ ഖബറിൽ അള്ളാഹു കാട്ടിക്കൊടുക്കുന്നു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഖബറിനകത്ത് അല്ലാഹു സ്വർഗത്തിന്റെ ചിത്രം തരട്ടെ. നമ്മുടെ ഖബറിനകത്ത് അല്ലാഹു ഖുർആനിന്റെ തണല് തരട്ടെ. നമ്മുടെ ഖബറിന്റെ അകത്ത് നമ്മുടെ ഇഅ്തികാഫിന്റെ പ്രകാശം അല്ലാഹു നമുക്ക് തരട്ടെ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഖബറിന്റെ അകത്ത് അല്ലാഹു നരകം കാണിച്ചാൽ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഓരോ സമയവും അനുഭവമാണത്. ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ കൂട്ടുകാരൻ അഅ്മാലുകളാണ്. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. തുപ്പിയിടുന്ന റമളാൻ മാസത്തിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൽ അമാഇമി ഫീ റമളാൻ. റമളാൻ മാസത്തിൽ തലമറയ്ക്കുന്നവർക്ക് അള്ളാഹും അവന്റെ മലക്കുകളും സലാത്ത് ചൊല്ലും.
ഒരു കർച്ചീപ്പെടുത്ത് ഇങ്ങനെ കെട്ടി, അല്ലെങ്കിൽ ഒരു തുപ്പിയെടുത്ത്, അല്ലെങ്കിൽ ഒരു ഷാളിട്ട്, അല്ലെങ്കിൽ ഒരു തലക്കെട്ട് കെട്ടി. റമളാൻ മാസത്തിൽ തലമറയ്ക്കുന്നവർക്ക് അള്ളാഹും അവന്റെ മലക്കുകളും സലാത്തിയല്ലോ എന്നാണ്. ഇതൊരു ചെറിയ നന്മയാണ്. ഈ നന്മ പോലും നിന്റെ കൂടെ ഖബറിലുണ്ടാവും. ഈ നന്മ പോലും നിന്റെ കൂടെ ഖബറിലുണ്ടാവും. പള്ളിക്കകത്തൊരു ചെറിയ പൊടി, ഒരു കറുത്ത ഒരു കഷണം, എന്തോ ഒരു സാധനം പെട്ടെന്ന് അതെടുത്ത് ദൂരേക്ക് കളഞ്ഞാൽ അതുപോലും എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കൂടെ ഖബറിലുണ്ടാവും. നമ്മുടെ കൂടെ ഖബറിനകത്തുണ്ടാവും. നമ്മൾ ചിന്തിക്കണം, എല്ലാ നന്മയും തിന്മയും. പക്ഷേ നന്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നന്മ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ നന്മ നമ്മുടെ കൂടെ ഖബറിൽ ഉണ്ടാവേണ്ടത് നന്മകളായിരിക്കണം. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റഹിമഹുല്ല മരണപ്പെടാൻ പോവാണ്. മരണമാസന്നമായി ശിഷ്യഗണങ്ങളെല്ലാം വന്ന് ഉസ്താദിനെ കണ്ട് കാല് തടവുന്നു, വെള്ളം കൊടുക്കുന്നു. ആ സമയത്ത് ശിബിലി റഹിമഹുല്ലയുടെ 2 കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താ ഉസ്താദെ അവിടുന്ന് കരയുന്നേ? ശിബിലി റഹിമഹുല്ല പറയാണ്, ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ എന്റെ ഖബറിൽ എനിക്കൊരു ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുഖം ചിലപ്പോൾ നാളെ എന്റെ ഖബറിൽ എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാ കരയുന്നത്. ഇമാം ശിബിലി റഹിമഹുല്ലായോട് ശിഷ്യഗണങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്ത് സുഖമാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക? ശിബിലി റഹിമഹുല്ല പറയുന്നു, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖം പാതിരാത്രിയിൽ നിങ്ങളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ, രാത്രിയിൽ നിങ്ങളെല്ലാം സുഖലോലുപരായി കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉണരാറുണ്ട്. ഞാൻ ഉണർന്നിട്ട് എന്റെ വീടിന്റെ താഴ്ഭാഗത്തുകൂടി ഒഴുകിപ്പോകുന്ന നല്ല തണുപ്പുള്ള അരുവിയിൽ നിന്ന് വുളു എടുക്കാറുണ്ട്. ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പിൽ ഞാൻ വുളു എടുക്കാറുണ്ട്. വുളു എടുത്തിട്ട് എന്റെ റൂമിലേക്ക് വന്ന് ചെറിയ ഒരു പായ വിരിച്ചിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട് പാതിരാത്രി. ആ നിസ്കാരത്തിന്റെ പേര് തഹജ്ജുദ് എന്നാണ്. ആ നിസ്കാരത്തിന്റെ പേര് തഹജ്ജുദ് എന്നാണ്. മരിക്കുന്നത് വരെ ഞാനത് ഒഴിവാക്കില്ല. പക്ഷേ മരിച്ചാൽ എന്റെ ഖബറിന്റെ അകത്ത് അതിന്റെ സുഖം എനിക്ക് കിട്ടില്ലല്ലോ. രാത്രി നിസ്കരിക്കുന്നതിന് എന്ത് സുഖമെന്നറിയോ? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒറ്റയ്ക്കെഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അതിന്റെ സുഖവും അതിന്റെ രസവും ഞാൻ അറിയുകയാണ്. മരിച്ചാൽ ഞാനത് അറിയില്ലല്ലോ. ആ സമയത്തൊരു ശിഷ്യൻ ചോദിച്ചു, അത്ര ഉസ്താദേ, അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, അവരവർ ചെയ്ത പ്രവർത്തനം അവരുടെ കൂടെ ഖബറിൽ വരുമ്പോൾ അങ്ങ് ഈ രാത്രി ചെയ്ത ഇബാദത്ത് അങ്ങയുടെ കൂടെ ഖബറിലെത്തുമ്പോൾ. ഇമാം ശിബിലി റഹിമഹുല്ല പറയാണ്, ബഹുമാനപ്പെട്ടവർ പറയാണ്, അതേ എന്റെ പ്രിയപ്പെട്ട അനുയായികളെ, എന്റെ കൂടെ ഖബറിന്റെ അകത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം വരുമെങ്കിലും അത് ഡയറക്റ്റ് നിസ്കരിക്കുന്നതിന്റെ സുഖം മനസ്സുകൊണ്ട് ഞാൻ മരിച്ചാൽ എനിക്ക് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. അത് ചിന്തിച്ചാ കരഞ്ഞത്. നമ്മളാണെങ്കിലോ, ഇന്ന് ഞാൻ മരിച്ചാൽ ബാങ്കിൽ കിടക്കുന്ന 5 ലക്ഷം എന്റെ മക്കൾ എടുക്കുമല്ലോ പടച്ചവനെ. എന്റെ കച്ചവട സ്ഥാപനം എന്റെ മക്കൾ നശിപ്പിക്കുമല്ലോ അല്ലാ. ഞാൻ മരിച്ചാൽ എന്റെ സമ്പാദ്യം മുഴുവനും താറുമാറായി പോകുമല്ലോ. അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ടെൻഷനെങ്കിൽ, ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റഹിമഹുല്ലയുടെ മനസ്സിന്റെ നൊമ്പരം, മനസ്സിന്റെ വേദന അതായിരുന്നു. ആ വേദനയാണ് നമുക്കുണ്ടാവേണ്ടത്. ആ വേദനയാണ് നമുക്കുണ്ട്. ഈ ചെയ്യാൻ എന്തുമാത്രം അഴമാലുകൾ ചെയ്യാൻ പറ്റുമോ ഏറ്റവും അധികം രാത്രി അള്ളാഹിന് വേണ്ടി മാറ്റുന്നത് പടച്ചവന് വലിയ ഇഷ്ടമാണ്. രാത്രി അള്ളാഹുവിന് വേണ്ടി കുറച്ച് സമയം മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. ഉറക്കമൊക്കെ വരും നമുക്കിപ്പോ. ചിലരിങ്ങനെ കുനിഞ്ഞിരുന്ന് പ്രസംഗം കാണാതെ പഠിക്കും, ചിലര് ചാരിയിരുന്ന് കാല് നീട്ടിരുന്ന് ദിക്റ് ചെല്ലും. അതൊക്കെ ഇങ്ങനെ നടക്കും. അതിപ്പോ ഈത്തിക്കാഫിന്റെ ഇടയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാ. ഒരുപാട് തമാശ പറയാനും പറ്റൂല, നല്ല രാത്രി ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാത്തിന്റെ ഉറക്കം മാറ്റിയേനെ. അതിനൊക്കെ പറ്റും. ഞാൻ പറയാത്തതെന്ന് പറഞ്ഞാൽ നല്ല രാത്രിയാണ്, ചിരിച്ചു കളയണ്ട, ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ചിരിച്ചു കളയണ്ടെന്ന് കരുതിയിട്ട് പറയാത്തതാ. എന്റെ പ്രിയമുള്ളവർ, ഇന്ന് ഈ വിഷയം പറഞ്ഞു തരുന്നിട്ട് ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്. അറബല്ല, ഇംഗ്ലീഷല്ല, ഉറുദു അല്ല, മലയാളമാണ്, തനി മലയാളം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കുറച്ച് ബൈത്തുകളുണ്ട്, മലയാളത്തിലെ ബൈത്ത്. അത് ഓതി അതിന്റെ അർത്ഥം പറഞ്ഞിട്ടാണ്. മലയാളത്തിൽ നമ്മൾ അത് അർത്ഥം പറയേണ്ട, കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ ഒരു ഖൗഫാണത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ. അതിന്റെ പ്രധാനപ്പെട്ട 2 വരിയാണ്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനേ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസുമാനേ, മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ.
ഷാദ് വാക്കവി എത്ര ദിവസം അത് പറഞ്ഞാൽ നമുക്ക് നന്നാവാൻ പറ്റും? 2 വരി ബൈത്ത് പോരെ എന്റെ പ്രിയമുള്ളവരെ. അള്ളാഹു തഴവാ ഉസ്താദിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ ആ ബഹുമാനപ്പെട്ടവരുടെ ബൈത്ത് ഓർമ്മിക്കാനുള്ള ഭാഗ്യം നമുക്ക് തന്നതുപോലെ ഈ ഇഅ്തികാഫിന്റെ പ്രതിഫലം അള്ളാഹു ആ മഹാനുഭാവന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിൽ അള്ളാഹു നിറച്ചു കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ്. എത്ര കൊല്ലം നമ്മൾ പഠിച്ചാലും കൂടെ എത്തൂല. വലിയ വലിയ മഹത്തുക്കളാണ്, വലിയ വലിയ മഹാനുഭാവന്മാർ. അവരുടെ ഒരു വരി കണ്ടോ, ഒരു വരി ബൈത്ത് നമ്മൾ ചൊല്ലിയപ്പോ നമ്മുടെ മനസ്സ് എവിടെ എത്തി നമ്മൾ ചിന്തിച്ചേ. അതാണ് ഇൽമു കൊണ്ട് മുഴുവനും എഴുതി ലോകത്തിന് പറഞ്ഞു തന്നിട്ട് മരിച്ച മഹാനുഭാവനാണ്. അദ്ദേഹത്തിന്റെ ഒരു 10-40 വരി ഇങ്ങനെ ഓതി അതിലൂടെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഉള്ളുകൊണ്ട് ഖബറിലെത്തി പരലോകത്തെത്തിയാണ് നമ്മൾ ഇന്ന് ദുആ ചെയ്യാൻ പോവാ. നാഥൻ നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ രാത്രി അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്നത് പടച്ചവന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ഖബറിലും രക്ഷപ്പെടാൻ, ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാൻ രാത്രി നല്ലതാണ് സമയം ചിലവഴിക്കുക. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. രാത്രി കുറച്ചു മാത്രം ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം അള്ളാഹ്ക്ക് വേണ്ടി നിന്ന് നിസ്കരിക്കണം എന്ന് ആരോടാ പറഞ്ഞത്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് നിസ്കരിച്ചില്ലേ? ഏതുവരെ നിസ്കരിച്ചു? രണ്ട് കാലും നീര് വന്നു. നമ്മുടെ കാല് നിസ്കരിക്കുമ്പോ വേദന എടുക്കുമ്പോഴേ അറിയുള്ളൂ അല്ലേ? വേദന എടുക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. വേദന ഇല്ലാത്തവർക്ക് എന്ത് ബുദ്ധിമുട്ട്? തറാവി ചടപടാ പോട്ടെ. വേദന ഇല്ലാത്തവർക്കൊരു ബുദ്ധിമുട്ടില്ല. വേദന വരുമ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടറിയുക. വേദന വരുമ്പോ മണക്കാട് വലിയ പള്ളിയിൽ ഒരു ദിവസം ഞാൻ അബ്ദുൽ ഗഫാർ മൗലവിയെ കാണാൻ വേണ്ടി പോയിരുന്നു. പൊടി പൊടിച്ച ആളല്ലേ കേരളം മൊത്തവും. പ്രസംഗവും പള്ളി ഉദ്ഘാടനവും തറക്കല്ലിടലും സമ്മേളനങ്ങളും അത് തന്നെയായിരുന്നു. കുറെ നാൾ അത് തന്നെ, വേറെ ഒന്നിനും സമയമില്ല. എങ്ങനെയൊക്കെ ഓടി ഏതെല്ലാം വണ്ടിയിൽ കാലെടുത്ത് വെക്കി വെച്ച് കയറിയ ആളാ. ഇന്ന് 2 റക്അത്ത് തറാവി നിസ്കരിക്കുമ്പോ പുറകിൽ നിൽക്കുന്നവർ 2 പ്രാവശ്യം അള്ളാന്ന് വിളിക്കുമ്പോ പുള്ളി 100 പ്രാവശ്യം അള്ളാന്ന് വിളിക്കും. കാരണം എന്താ? 2 മുട്ടും മടക്കാനും വയ്യ, നോക്കാനും വയ്യ. കണ്ടാലെന്ത് കുറവ്. വേദന അദ്ദേഹം പറഞ്ഞതാ സംസാരിച്ചപ്പോ. വേദനയുള്ളവരുടെ നിസ്കാരത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച് ഓർത്ത് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. വേദനയുള്ളവരുടെ നിസ്കാരത്തിന് പ്രതിഫലം കൂടുതലാണ്. വേദനയില്ലാത്തവരുടെ നിസ്കാരം പോലെയല്ലല്ലോ. കുനിയാനും നൂരാനൊന്നും വയ്യ, അതെല്ലാം സഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് പ്രതിഫലം കൂടുതലാണ്. അവർ കഷ്ടപ്പെടുന്നതിന് പ്രതിഫലം നമ്മളെക്കാൾ കൂടുതലാണ്. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ 2 കാലും നീര് വന്നു. യുവത്വ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പ്രസരിപ്പിൽ നിൽക്കുന്ന പ്രായത്തിൽ ഹബീബായ പ്രവാചകർ നിസ്കരിച്ച് 2 കാലം നീര് വന്നെന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് നോക്കിയേ. നിസ്കരിച്ചുകൊണ്ട് നീര് വന്നു, അല്ലാതെ വേറെ ജോലി ചെയ്തിട്ടല്ല. നിസ്കരിച്ചുകൊണ്ട് നീര് വരണമെങ്കിൽ എന്തുമാത്രം അള്ളാഹുവിന്റെ റസൂൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച ആ ഹദീസ് അങ്ങ് കളയാനുള്ളതല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനും നിങ്ങളും ചെയ്യുന്ന നിസ്കാരം, ഒരു ചെറിയ വേദന നമുക്കിന്ന് യുവാക്കൾക്ക് ഇന്ന് വന്നിട്ടുണ്ടോ? ഒന്ന് നിസ്കരിച്ചാൽ വേദന വന്നാൽ അവിടെ വെച്ച് നിസ്കാരം നമ്മൾ നിർത്തും. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം നീര് വരുന്നത് വരെ നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ അത് വെറുതെ പറഞ്ഞു കളയാനുള്ള ഒരു വാക്കല്ല. ആലോചിച്ച് നോക്കി, എന്ത് അത്ഭുതമാണ് ആ വാക്ക്. അള്ളാന്റെ റസൂൽ ഇത് ചെയ്തത് കണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിച്ച് തീരുന്നത് വരെ അടുത്ത് വന്ന് നോക്കിയിരുന്നു കൊണ്ട് അടുത്തിരുന്ന് കരഞ്ഞു. സലാം വീട്ട റസൂലിനോട് ചോദിച്ചു, എന്തിനാ നബി ഈ കഷ്ടപ്പാട്? അള്ളാഹ് എല്ലാം പുറത്തു തന്നില്ലേ? അള്ളാഹ് ഒരു പാവം നിങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ എന്നിട്ടും അള്ളാഹു നിങ്ങൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നു. നിങ്ങൾക്ക് ഒരുപാട് പദവി നൽകി. എന്നിട്ടും ഈ രാത്രി എന്തിനായി കഷ്ടപ്പാട്? ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയാം? അഫലാ അകൂന അബ്ദൻ ശകൂറ. അള്ളാന്റെ മുമ്പ് ഞാനൊരു നന്ദിയുള്ളവനാകണം ആയിഷ. എനിക്ക് അള്ളാഹ് തന്നതിനൊക്കെ നന്ദിയുള്ളവനാണ് ഞാൻ എന്ന് എനിക്ക് അള്ളാഹിനോട് പറയണം. ഈ ഇരിക്കുന്നവരെല്ലാം അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്താൻ വന്നവരാണെന്ന് മനസ്സുകൊണ്ട് കരുതണം. കാരണം എന്താ? ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് നോക്ക്, ഒരു പോളെ കണ്ണടയ്ക്കാൻ കഴിയാതെ ഇഅ്തികാഫിന്റെ നിയ്യത്തില്ല, നോമ്പില്ല, ഖുർആനില്ല, നസീഹത്തില്ല, ഒന്നുമില്ല. എങ്കിലും അള്ളാഹയെ വിളിച്ചുകൊണ്ട് ഉറക്കമൊഴിയുന്ന 100 കണക്കിന് രോഗികളെ നമുക്ക് കാണാം. അകത്തൊന്ന് കയറിയാൽ മതി. അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ കാഷ്വാലിറ്റിയുടെ അകത്തൂടെ ഏത് സമയത്തും കയറാമല്ലോ, അവിടെ ചെന്ന് നോക്കിയാൽ മതി. എത്രയോ രോഗികൾ, കാലിലൂടെ കമ്പിയിട്ടവർ, കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്നവർ,
വായ തുറക്കാൻ കഴിയാത്തവർ, കൈകാലി ചലിപ്പിക്കാൻ കഴിയാത്തവർ, 100 കണക്കിന് രോഗികൾ ഇതേപോലെ കിടക്കുമ്പോൾ ഞാനും നിങ്ങളും ഇവിടെ വന്ന് അള്ള തന്ന ആരോഗ്യം അള്ളാഹ്ക്കു വേണ്ടി പള്ളിയിൽ മാറ്റിവെച്ചുകൊണ്ട് ഞാനും നിങ്ങളും നന്ദിയുള്ളവരാകുകയാണ്. ഉറക്കം വരുമ്പോ വീണ്ടും ശരീരത്തെ ഇങ്ങനെ കുടഞ്ഞു വെച്ച് അൽഹംദുലില്ലാ നന്ദി കാണിക്കുകയാണ് പടച്ചവനോട്. ഞാൻ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഉറങ്ങുന്നവനല്ല. സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം മാറ്റിവെക്കുകയാണ് ഞാൻ. അള്ളാഹുവിന് വേണ്ടി നന്ദി ചെയ്യുകയാണ്. അഫലാ അകൂന അബ്ദൻ ശകൂറ. എത്ര ചെയ്താൽ മതിയാകും? ഞാൻ നിങ്ങളും അള്ളാഹുവിനോട് എത്ര നന്ദി രേഖപ്പെടുത്തിയാൽ മതിയാകും എന്റെ പ്രിയമുള്ളവരെ? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ളവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ അതാ പറഞ്ഞത്. പിന്നെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. യഥാർത്ഥ വിശ്വാസികളുടെ ഗുണം യബീതൂന ലിറബ്ബിഹിം, അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിയുന്നവരാണ്, അള്ളാഹുവിന് വേണ്ടി രാത്രികളെ ചെലവഴിക്കുന്നവരാണ്. ആ വിഭാഗത്തിലൊക്കെ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലേറ്റവും ശ്രേഷ്ഠമായ രാത്രി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ അവന് ശിക്ഷയുണ്ടാകുമെന്നാണ്. ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ആയുസ്സിലൊരു പ്രാവശ്യം. അള്ളാഹുവിന്റെ റസൂല് സഹാബികൾക്ക് തസ്ബീഹ് നിസ്കാരം പറഞ്ഞു കൊടുത്തപ്പോ സഹാബികൾ ഓരോ ദിവസവും നിസ്കരിക്കട്ടെ ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വേണ്ട, വർഷത്തിലൊരിക്കൽ, മാസത്തിൽ കഴിഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ, ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ, ഇല്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ഒരു തസ്ബീഹ് നിസ്കാരം നീ നിസ്കരിച്ചിരിക്കണമെന്നാണ്. സാധാരണ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഏകദേശമുള്ള പള്ളികളിലെല്ലാം വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം റമദാനിന്റെ സമാപനം കൃത്യമായി തസ്ബീഹ് നിസ്കാരം നടക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വളരെ സന്തോഷം. ഇന്നലെ ഇവിടുത്തെ ദുആയൊക്കെ കഴിഞ്ഞിട്ട് ഖിയാമുൽ ലൈലിന് വേണ്ടി പാളയത്ത് പോയ സഹോദരങ്ങളുണ്ട്. സന്തോഷമാണ്. ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. റമദാനിന്റെ സമാപന സമയം വരെ അവർക്ക് വേണ്ടി ഇവിടുത്തെ ദുആ കഴിഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ച് സന്തോഷമായിട്ട് ഇവിടുന്ന് വാഹനത്തിൽ പാളയത്തേക്ക് പോയി അവിടുത്തെ എത്തിക്കാഫിൽ അവിടെ പോയി എന്നിട്ട് ബാക്കി പിന്നെ ഖിയാമുൽ ലൈലും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പോയി. നമ്മൾ ആലോചിച്ച് നോക്കി, ഓടി നടക്കുന്ന അല്ലാഹു പറവകളെ പോലെ ഓടി നടക്കാണ്. ഇൽമും കിട്ടണമെങ്കിൽ അങ്ങനെ, നിയ്യത്തോടുകൂടി ഇത്തിക്കാഫാണെങ്കിൽ അങ്ങനെ, ദുആയാണെങ്കിൽ അങ്ങനെ ഭാഗിച്ച് രാത്രിയെ മാറ്റിവെച്ച് ഓടി നടക്കാണ്. അല്ലാഹു ആ ചുറുചുറുക്കുള്ള പ്രായമാണ്, അപ്പോഴേ നടക്കുള്ളതൊക്കെ. ആ പ്രായം അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. അവർക്കൊക്കെ ആഗ്രഹം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആഗ്രഹമാണ് എപ്പോഴും നമുക്ക് ആവശ്യം. ആഗ്രഹമാണ്. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ റാഹത്തായിരുന്നു എല്ലാവരും. അരമണിക്കൂർ കൂടുതലായി നസീഹത്ത് തുടങ്ങി. 12 മണിക്കൊക്കെ എത്തിയാണെങ്കിൽ വളരെ ഹൈർ. നാളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും അങ്ങനെ വരും. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോൾ അങ്ങനെയാണ് ഈ രാത്രി കാലം അള്ളാഹുവിന് ചിലവഴിച്ച തസ്ബീഹ് നിസ്കാരം. അങ്ങനെ നമ്മൾ ഇന്നലെ അതിന്റെ രൂപങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് സംശയമുള്ളവർക്ക് നേരിട്ട് നസീഹത്തിന് ശേഷം തസ്ബീഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഓരോ 27 രാവിലെ ജമാഅത്തായി നിസ്കരിക്കുന്നത് പോലെ, ജമാഅത്തില്ല തസ്ബീഹ് നിസ്കാരത്തിൽ, എങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് പോലെ എല്ലാവർക്കും കാണിച്ചു തന്നിട്ട് ബാക്കിയുള്ളവർ അതേപോലെ നിസ്കരിക്കാം. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ അതങ്ങോട്ട് ശീലിക്കണം നമ്മൾ ഓരോരുത്തരും. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 15 പ്രാവശ്യം. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുക. സാധാരണ പറയുന്ന ദിക്ർ, അതോടൊപ്പം ഈ ദിക്ർ. 2 സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് 1 പ്രാവശ്യം കൂടി ഇരുന്നിട്ട് 10 പ്രാവശ്യം. ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആ സമയത്തൂടെ 10 പ്രാവശ്യം ചെല്ലുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. ഓതേണ്ടതെല്ലാം ഓതുക. അതിന്റെ കൂടെ നൃത്തത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഈ ദിക്ർ 10 പ്രാവശ്യം, നൃത്തത്തിൽ 15 പ്രാവശ്യം. ഇത്രയേ ഉള്ളൂ. പിന്നെ സൂറത്തുകൾ ഇപ്പൊ കുലിയ അയ്യുൽ കാഫിറും കുൽഹു അല്ലാഹു അത് ഓതിയാൽ മതി എല്ലാ റക്അത്തിലും. അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തായിട്ട് പറഞ്ഞത് 1-ാമത്തെ റക്അത്തിൽ അൽഹാകുമുത് തകാസുർ, 2-ാമത്തെ റക്അത്തിൽ വൽ അശ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, 3-ാമത്തെ റക്അത്തിൽ കുലിയ അയ്യുൽ കാഫിറൂൻ, 4-ാമത്തെ റക്അത്തിൽ കുൽഹു അല്ലാഹു. ഇത്രയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാത്രി ഇങ്ങനെയൊക്കെ നമുക്ക് ചിലവഴിക്കാം. അതേപോലെ തഹജ്ജുദ്, ഉറങ്ങിയിട്ട് ഉണർന്ന് നിസ്കരിക്കുന്നതാണ് തഹജ്ജുദ് എന്ന് പറയാം. ഒരല്പം ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന് തഹജ്ജുദ് എന്ന് പറയാം. അതും നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ. അള്ളാഹുവിന്റെ റസൂൽ തഹജ്ജുദിന് എണ്ണം പറഞ്ഞിട്ടില്ല. പിന്നെ 8 എന്നും 12 എന്നും ഇമാമിങ്ങളൊക്കെ പറയുന്നുണ്ട്. എത്രയാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. നിസ്കരിച്ചാൽ ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. മനഃപൂർവ്വം ഒഴിവാക്കൽ കറാഹത്താണ്. അള്ളാഹു നമുക്ക് അതൊക്കെ കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. അപ്പൊ ഈ രാത്രികാലം നമുക്ക് ചിലവഴിച്ചാൽ നമുക്ക് ഖബറിനകത്ത് രക്ഷ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഖബറിന്റെ അകത്ത് ഇന്ന് രാത്രി ആയതുകൊണ്ടാണ്.
12 മണിക്ക് നമ്മളെ കൊണ്ടുപോയി, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊണ്ടുപോയി അടക്കിയാലും നമ്മളെ ഇറക്കി വെക്കുന്നത് എവിടെയാണ്? പകൽ സമയത്താണോ? അല്ല, രാത്രിയാണ്. കബറിന്റെ ഇരുട്ടല്ലേ? 6 അടി മണ്ണിന്റെ വീതി എത്ര ഉണ്ടാവും? കബറിന്റെ വീതി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? കബറിന്റെ ഇത്ര വീതി, നല്ല ഒരു മനുഷ്യനെ കിടത്താൻ പറ്റുന്ന രീതിയിലുള്ള ആഴം. അത് കഴിഞ്ഞ് മണ്ണിട്ട് മൂടി പലകയും അതിന്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ടാ പിന്നെ 12 മണിക്ക് അടയ്ക്കാല, 1 മണിക്ക് അടയ്ക്കാല, അതിന്റെ അകത്ത് വല്ല വെളിച്ചം ഉണ്ടാവോ? കുറ്റാകുറ്റിരിട്ടാണ്. അതുകൊണ്ടാണ് രാത്രി അള്ളാഹിന് വേണ്ടി മാറ്റിവെച്ചവർക്ക് അവരുടെ ഖബറിൽ അള്ളാഹു പകലാക്കുകയാണ്, അവരുടെ ഖബർ അള്ളാഹു പ്രകാശമാക്കുകയാണ്. നമ്മുടെ ഖബർ അള്ളാഹു പ്രകാശമാക്കിയില്ലെങ്കിലും അള്ളാഹു നമുക്ക് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ തരുമാറാകട്ടെ. പ്രകാശമാക്കാനുള്ള പവറൊന്നും നമ്മുടെ അമലിനുണ്ടോ? പ്രകാശമാക്കാനുള്ള പവർ നമ്മുടെ അമലിനുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയം അദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ്. സാധാരണ എല്ലാവരും മരിക്കാൻ നേരത്ത് കരയാണ്, ഇമാമിങ്ങളെല്ലാം അങ്ങനെയാണ്. ഇദ്ദേഹം ചിരിക്കുകയാണ്. ചിരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉസ്താദേ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നത് അസ്റായിൽ വരുമ്പോൾ? ഹുദൈഫത്ത് ബിനുൽ യമാൻ റഹിമഹുല്ലാഹ് പറയുന്നു, എന്റെ ഖബറിൽ ഇൻഷാ അല്ലാഹ് പ്രകാശമായിരിക്കും. എന്തൊരു ഉറപ്പാണ് അങ്ങനെ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? എന്റെ ഖബറിൽ ഇൻഷാ അല്ലാഹ് പ്രകാശമായിരിക്കും. ഈമാനിന്റെ പൂർണ്ണത, അതിനപ്പുറം വേറെ ഉണ്ടോ? എന്റെ ഖബറിൽ ഇൻഷാ അല്ലാഹ് പ്രകാശമായിരിക്കും. ശിഷ്യഗണങ്ങൾ ചോദിച്ചു, അതെന്താ ഉസ്താദേ അങ്ങനെ പറഞ്ഞേ? അദ്ദേഹം പറയാണ്, അലൽ ഇസ്, ഞാൻ ഏറ്റവും അധികം ലോകത്ത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് നിസാരതയാണ്. എനിക്ക് സ്ഥാനം വേണമെന്നില്ല, പവർ വേണമെന്നില്ല, കാശ് വേണമെന്നില്ല, നിസാരത. ജനങ്ങൾ കളിയാക്കട്ടെ, കുറ്റപ്പെടുത്തട്ടെ, പരിഹസിക്കട്ടെ, എനിക്ക് നിസാരതയാണ് ഇഷ്ടം. എനിക്ക് എവിടെയെങ്കിലും ജനങ്ങൾ വരുമ്പോ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലല്ലോ, എനിക്ക് ഇരിക്കാൻ സീറ്റ് തന്നില്ലല്ലോ, എന്നോട് സലാം പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒന്നും ഒരു ചിന്തയില്ല. നിസാരതയാണ് എനിക്കിഷ്ടം. നിസാരത. എനിക്കിങ്ങനെ താഴ്ന്നവനായി ജീവിക്കണം. പൈസയുള്ളവർക്കും ഈ നിസാരത ഇഷ്ടപ്പെടാം, അധികാരമുള്ളവർക്കും ഈ നിസാരത ഇഷ്ടപ്പെടാം. ഹുദൈഫത്ത് ബിനുൽ യമാൻ റഹിമഹുല്ലാഹ് അധികാരം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം പറയാണ്, അങ്ങനെയുള്ളവർ, നിസാരത ഇഷ്ടപ്പെടുന്ന മനുഷ്യർ അധികാരത്തിൽ വരുമ്പോ നാട് നന്നാവും, മഹല്ല് നന്നാവും, സംഘടന നന്നാവും, പ്രസ്ഥാനം നന്നാവും. അഹങ്കാരമാണ് ഇഷ്ടപ്പെടുന്നവരെ അധികാരത്തിൽ വന്നാൽ അടിയും ബഹളവും ഉണ്ടാവും. ഇന്ന് ജുമഅയ്ക്ക് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പള്ളിയായ കടുവയിൽ പള്ളിയിൽ നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാം? നാളെ പത്രം കിട്ടുമ്പോഴല്ലേ അറിയുള്ളൂ. അതാണ് ഞാൻ പറയണത്. ഞാൻ ഔലിയാക്കളൊന്നും അല്ല, എന്നാലും അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയും. കടുവയിൽ പള്ളിയിൽ ജുമുഅ കഴിഞ്ഞതിന് ശേഷം അടി നടന്നു. കോളിസ് വണ്ടിക്കകത്ത് പള്ളിയുടെ കാമ്പൗണ്ടിനകത്തേക്ക് നിസ്കരിച്ചുകൊണ്ടിറങ്ങി വന്ന പ്രധാനപ്പെട്ട പരിപാലകരെ വിരട്ടി. എന്തുകൊണ്ടാ വിരട്ടിയത്? വാളും ചങ്ങലയും ചെയിനും ഒക്കെ ആയിട്ട്. റമളാൻ മാസത്തിന്റെ പവർ കടുവയെ തങ്ങളുടെ മുമ്പ് തന്നെ കാണിക്കണം. അവിടെ തന്നെ കാണിക്കണം. വാളും ഇതൊക്കെ ചങ്ങലയൊക്കെ ആയിട്ട് വിരട്ടി. എന്തിനാണെന്നറിയോ? പൂർവ്വ വൈരാഗ്യമാണ്. പഴയ കമ്മിറ്റിക്കാർ പുതിയ കമ്മിറ്റിക്കാരോട് കാണിക്കുന്ന വൈരാഗ്യം വളരെ 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 വ്യവസ്ഥാപിതമായി മസ്ജിദിന്റെ മുന്നിൽ നടന്നതാണ്. നാളെ പത്രത്തിൽ വരാതിരിക്കട്ടെ, നമുക്ക് അങ്ങനെ ദുആ ചെയ്യാം. പത്രത്തിൽ വരാതിരിക്കട്ടെ, സമുദായത്തിന് നാണക്കേടല്ലേ അത്? പത്രത്തിൽ വരാതിരിക്കട്ടെ. മുസ്ലിം പത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കാണും, വല്ലാഹി ഒരു സംശയമില്ല. അച്ചായന്മാരുടെ പത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊടുത്താലും നമ്മുടെ കാക്കമാർക്ക് അങ്ങനെ ഒരു കരുത്തള്ള കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു മുസ്ലിം 2 പെണ്ണ് കെട്ടി വിവാദമായാൽ ഫ്രണ്ടിൽ ഫോട്ടോ സഹിതം വരും. അങ്ങനെ ഒരു കഴിവ് നമ്മുടെ മുസ്ലിം പത്രങ്ങൾക്കുണ്ട്. ചിലതിനൊക്കെ അള്ളാഹു അതൊക്കെ മാറ്റിക്കൊടുത്ത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തൂലിക ചലിപ്പിക്കാൻ ഏത് രീതിയിലൂടെ നമുക്ക് ചലനം ഉണ്ടാക്കാൻ പറ്റും ആ രീതിയിലൂടെയൊക്കെ ചലിപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നിസാരതയാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസം മനസ്സിന്റെ അകത്ത് ഹുദൈഫത്ത് ബിനുൽ യമാൻ റഹിമഹുല്ലാഹ്. അതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം ചിന്തിച്ചിട്ടാണ് അവർ മരണപ്പെടാൻ തയ്യാറായി കിടന്നത്. അങ്ങനെ മരണപ്പെടാൻ തയ്യാറായി കിടന്നവരാണ് മയ്യത്ത് പൊതിഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടിറങ്ങുമ്പോൾ, ഇന്നലെ നമ്മൾ അവിടെ നിർത്തിയത്, വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് വെളിയിലേക്ക് കൊണ്ടിറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോണേ എന്ന് ഈ മയ്യത്ത് വിളിച്ചു പറയുമത്രേ. ഏത് മയ്യത്താണ്? ആളെ കാണിക്കാൻ ഇഅ്തികാഫിരുന്ന മയ്യത്തല്ല, ആരും അറിയാൻ നോമ്പ് പിടിച്ച മയ്യത്തല്ല. ഇഖ്ലാസോടെ പടച്ചോന് വേണ്ടി വീട്ടിൽ പോയാലും ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരഞ്ഞ മയ്യത്ത്. ആ മയ്യത്ത് പറയുന്നു, മക്കളെ എന്നെ വേഗം ഒന്ന് ഖബറിലേക്ക് കൊണ്ടുപോണേ. നിങ്ങൾ എന്താ വൈകുന്നത് മക്കളെ? മരിച്ചാൽ പെട്ടെന്ന് നടക്കണമെന്നാണ്, താമസിക്കാൻ പാടില്ല.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് അടക്കിയത്. ഒരു ജുമയ്ക്ക് ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരൻ റൂമിൽ വന്ന് സംശയം ചോദിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് അടക്കിയത്. അതിൻ്റെതായ അങ്ങനെ അടക്കാൻ നിർവാഹമുള്ളൂ, അങ്ങനെയുള്ള ഒരു കാരണം അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ എന്ന് പറഞ്ഞ് നമ്മുടെ മയ്യത്തിന് മോർച്ചറിയിൽ വെക്കുന്ന അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഗൾഫിൽ നിന്ന് മോൻ വരട്ടെ എന്ന് പറഞ്ഞ് 3-4 ദിവസമൊന്നും മയ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മരിച്ചാൽ എത്രയും പെട്ടെന്ന് അടക്കണം. അള്ളാഹു അങ്ങനെയുള്ള മയ്യത്താക്കി ഞങ്ങളുടെ മയ്യത്തിനെ മാറ്റട്ടെ. സ്കൂളുകളിലും കോളേജുകളിലും പള്ളി വരാന്തയിലും മദ്രസയിലും കൊണ്ടുപോയി എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ച് ദിവസങ്ങളോളം കഴിഞ്ഞടക്കുന്ന മയ്യത്തായി നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ വസിയത്ത് ചെയ്യണം. മരിക്കുന്ന സമയം നമ്മുടെ അടുത്തുള്ള മക്കളോട്, കുടുംബക്കാരോട്, ഞാൻ മരിച്ചാൽ എത്രയും പെട്ടെന്ന്, ആര് കാണട്ടെ കാണാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് എന്നെ അടക്കണം. അതൊരു ഭാഗ്യമുള്ള മയ്യത്തിന്റെ ലക്ഷണമാണ്. എത്രയും പെട്ടെന്ന്. ഇപ്പോ വടുതല മൂസ ഉസ്താദിന്റെ മരുമകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഉളു എടുത്തുകൊണ്ടിരുന്ന തറാവീഹിന് മരണപ്പെട്ടു. രാവിലെ വ്യാഴാഴ്ച രാത്രി മരണപ്പെട്ടു. വെള്ളിയാഴ്ച 11 മണിക്ക് മുമ്പ് അടക്കുകയാണ്. അതുപോലെ തന്നെ രാത്രി മരണപ്പെടുന്നത് എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. നമ്മൾ ഈ രാത്രി മരിച്ചാൽ 6 മണി സമയത്ത് ഞാനോ നിങ്ങളോ മരിച്ചാൽ, അപ്പോഴേ മരണം കേൾക്കുമ്പോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പറയും, ഓ ഇനി വെളുക്കണവരെ അവിടെ പോയിരിക്കണം, ഇനി അങ്ങനെ നോക്കി. ആലോചിച്ച് നോക്കിയേ. മയ്യത്തിന്റെ അടുത്ത് വന്നിരുന്നേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ കുറ്റം പറയും, പരിഹസിക്കും. മക്കളും കുടുംബക്കാരും പോലും ചിലപ്പോ തലചൊറിയും. ഇത്രയും നാള് വാപ്പ കിടന്നിട്ട് എത്ര നല്ല പകലുണ്ടായിരുന്നു, അന്നൊന്നും മരിച്ചില്ല. രാത്രി 6 മണിക്ക് കയറി മരിച്ചു. ഇനി പാതിരാത്രി കവർ കൊട്ടാനും പറ്റൂല, സന്തൂക്കെടുക്കാനും പറ്റൂല, കുളിപ്പിക്കാനും പറ്റൂല, ആൾക്കാരെ വിളിക്കാനും പോകാനൊക്കെ പാട്. അതുകൊണ്ട് വെളുക്കുന്നത് വരെ ഉറക്കമില്ലാതെ മക്കൾ ഓടി നടക്കുമ്പോ തല ഇങ്ങനെ ചൊറിഞ്ഞ്. അള്ളാഹു ആ ഒരവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. നമ്മൾ പറയും നമ്മുടെ മക്കളൊന്നും അങ്ങനെ ചൊറിയില്ല ഉസ്താദെ, നമ്മുടെ മക്കളൊക്കെ മക്കളാ. നിങ്ങൾ കണ്ട മക്കളല്ല നമ്മുടെ മക്കൾ. ഏത് മക്കളാ നമ്മുടെ മക്കൾ? വാപ്പയും മക്കളും ഇതിനകത്തുണ്ടെങ്കിൽ വാപ്പ മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ഉറപ്പ് പറയാൻ പറ്റുമോ, എന്നെ വളരെ ആത്മാർത്ഥമായ ഈമാനോടുകൂടി അവൻ അടക്കുമെന്നില്ല? അതൊക്കെ ആ കാലഘട്ടമൊക്കെ പോയി. ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞുപോയി. അങ്ങനെ അള്ളാന്റെ റസൂല് പറയാൻ, നല്ല ഈമാനിന്റെ പ്രകാശമുള്ള മയ്യത്ത് വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്താ വിളിച്ചു പറയുന്നതെന്നറിയോ? ഖദ്ദിമൂനി, വേഗം കൊണ്ടുപോ, എനിക്ക് എത്തിക്കോളാൻ വയ്യ. എന്തോ ഒരു ആവേശമാണ്. എനിക്ക് കബറിൽ എത്തിക്കോളാൻ വയ്യ. എന്തുകൊണ്ട്? അവര് മരണപ്പെടുന്ന സമയം അബ്ശുറൂബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, മലക്കുകൾ എല്ലാം ഇറങ്ങി വരികയാണ്. അസ്റായീൽ മാത്രമല്ല, സ്വർഗാവകാശി മരണപ്പെടുമ്പോ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ, കോടിക്കണക്കിന് മലക്കുകൾ വരുമെന്നാണ്. ആ വീട്ടിൽ വന്നിട്ട് പറഞ്ഞോ കെലിമ പറഞ്ഞോ, അയാള് പറയും, എന്തോ ഒരു സന്തോഷമാണ്. അടുത്തിരിക്കുന്ന മക്കളെ കാണൂല, ഉസ്താദുമാരെ കാണൂല, ഭാര്യയെ കാണൂല. അവസാനം അങ്ങനെ കിടന്നുകൊണ്ട് കെലിമ പറഞ്ഞ് മരണപ്പെട്ടാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ വേഗമൊന്ന് കൊണ്ടുപോ. ഇത്രയും കാലം ഞാൻ ജീവിച്ചത് കബറിന്റെ സുഖത്തിനാണ്, പെട്ടെന്ന് എന്നെ ഒന്ന് കൊണ്ടുപോണേ. അട്ടക്കുളങ്ങര പള്ളിക്കകത്ത് ഞാൻ ഉറക്കമൊഴിഞ്ഞത് എന്റെ കബറിന് വേണ്ടിയാണ്. എന്റെ ശരീരം ഉറങ്ങാൻ വേണ്ടിയിട്ട് വെമ്പല് കൊണ്ടപ്പം മുഖം കഴുകിയിട്ട് വീണ്ടും ഞാൻ വന്നിരുന്നത് എന്റെ കബറിന് വേണ്ടിയാണ്. എന്റെ എല്ലാ സന്തോഷവും മാറ്റിയത് കബറിന് വേണ്ടിയാണ്. ഷുഗറും പ്രഷറും അറ്റാക്കും ബൈപ്പാസ് സർജറിയും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് ഞാൻ നോമ്പ് പിടിച്ചത് എന്റെ കബറിന് വേണ്ടിയാണ്. അതുകൊണ്ട് വേഗം എന്നെ കൊണ്ടുപോണേ എന്ന് നല്ല മയ്യത്ത് വിളിച്ചു പറയുമ്പോൾ, റമളാന് തൊപ്പി, റമളാൻ കഴിഞ്ഞു കുപ്പി, അങ്ങനെയുള്ളവരെന്താ വിളിച്ചു പറയുന്നതെന്നറിയോ? യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ, എന്നെ കൊണ്ടുപോവല്ല മക്കളെ, വാപ്പിച്ചാനെ കൊണ്ടുപോവല്ലേ. വാപ്പിച്ച് നിനക്ക് സൈക്കിൾ വാങ്ങിത്തന്ന്, സ്കൂട്ടർ വാങ്ങിത്തന്ന്, നിനക്ക് 2 നില കൊട്ടാരം തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ വെച്ച് തന്ന്, നിനക്ക് വലിയ കച്ചവടം സ്ഥാപനം ഞാൻ തുടങ്ങി വെച്ച് തന്ന്. പക്ഷേ വാപ്പിച്ചാനെ കൊണ്ടുപോകല്ലടാ കബറിലേക്ക്. വീട്ടിനകത്ത് എവിടെയെങ്കിലും എന്നെ ഒന്ന് സൂക്ഷിച്ചു വെക്കണം. കാരണം ആ കബറിന്റെ അകത്ത് കത്തിക്കപ്പെടുന്ന നരകത്തിന്റെ തീയുടെ ചൂട് ഈ വീട്ടിനകത്ത് കിടക്കുന്ന എന്റെ ശരീരത്തിലേക്ക് എത്തിപ്പോയി മോനെ. അയിന തദ്ഹബൂന ബിഹാ എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. അള്ളാഹു അങ്ങനെയുള്ളവരെ തൊട്ട് കാക്കട്ടെ. അങ്ങനെ വിളിച്ചു ചോദിച്ചാൽ തീർന്നു.
അങ്ങനെ വിളിച്ചു ചോദിച്ചാൽ തീർന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിച്ചു, ആ വിളിച്ചു കേൾക്കുന്നത് നമുക്കാർക്കും കേൾക്കാൻ പറ്റൂല നബിയെ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മരണം നടന്ന വീട്ടിൽ മൃഗങ്ങളുണ്ടെങ്കിൽ പോയി നോക്കണം. നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മുടെ വീട്ടിന്റെ പുറകുവശത്ത് കെട്ടിയിരിക്കുന്ന പശുവിന്റെ അടുത്ത് നിങ്ങളൊന്ന് പോണം, പോയിട്ട് നോക്കണം. അതിന്റെ 2 കണ്ണും ഇങ്ങനെ നിറഞ്ഞൊഴുകും. എന്തിനാ നിറഞ്ഞൊഴുകുന്നത്? മരിച്ചുപോയ വേദന കൊണ്ടല്ല, പുല്ല് പറിച്ചു തരാനും കുളിപ്പിക്കാനും ആളില്ലല്ലോ എന്ന് ദുഃഖിച്ചല്ല കരയാ, പിന്നെ ആ മയ്യത്തിന്റെ നിലവിളി കേൾക്കുകയാണത്. അതിനല്ലാഹു കഴിവ് കൊടുത്തു. മനുഷ്യരാകുന്ന നമുക്കതിന് കഴിവ് തരൂല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഞാനോ നിങ്ങളോ അത് കേട്ടാൽ ലസഇക്ക, ബോധരഹിതനായി നിലംപതിച്ചു പോകുമത്രേ. ഞാനോ നിങ്ങളോ ആ നിലവിളി കേട്ടാൽ ബോധരഹിതനായി നിലംപതിച്ചു പോകുമത്രേ. നമുക്ക് നല്ല വിളി അള്ളാഹു തരട്ടെ. നല്ല വിളി പെട്ടെന്ന് കൊണ്ടുപോ. ഖബറിന്റെ പ്രതിഫലം എന്താ? അങ്ങനെ വിളിക്കുന്ന വിളിയായിരിക്കണം നമ്മൾ വിളിക്കാനുള്ളത്, ഇല്ലാതെ നരകത്തിലേക്ക് കൊണ്ടുപോകില്ലേ എന്നുള്ള വിളിയാവരുത്. അള്ളാഹുവിന്റെ റസൂല് പറയാൻ, മരിച്ച സമയം തന്നെ നരകത്തിന്റെ തീയവന്റെ ചുറ്റാകെ ഇങ്ങനെ ചൂട് സഹിക്കാൻ വയ്യ വിഷമം കൊണ്ട്, അസഹ്യമായ ബുദ്ധിമുട്ടുകൊണ്ട് അവനെ കുളിപ്പിക്കുമ്പോ റസൂലുള്ള പറയുന്നു, മക്കള് തണുത്ത വെള്ളം കോരി മയ്യത്തിന്റെ മുകളിൽ ഒഴിക്കുമ്പോൾ അവൻ വ്യഭിചാരിയാണെങ്കിൽ അത് തിളച്ച വെള്ളം പോലെ ശരീരത്തെ പൊള്ളിച്ചു കളയും. കള്ളുകുടിയനാണെങ്കിലും നിസ്കാരമില്ലാത്തവനാണെങ്കിലും നമ്മൾ ആരും അറിയുന്നില്ല. നമ്മൾ പറയും, ഇങ്ങനെ അങ്ങ് ജീവിച്ചാ പോരെ ഉസ്താദേ. ചില ആൾക്കാർ പറയാണ്, അള്ളാഹു സ്വർഗവും പടച്ചു നരകവും പടച്ചു, സ്വർഗത്തിൽ മാത്രം ആള് മതിയോ, നരകത്തിൽ പോകാനും കുറച്ച് ആള് വേണ്ടേന്നാണ്. അള്ളാഹ്ക്ക് സഹായത്തിന് വേണ്ടിയാ നമ്മൾ നിസ്കരിക്കാത്തത്. അള്ളാഹു കാക്കട്ടെ. തമാശയല്ല, ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതാണ്. ഒരാള് പോലും ആ അനുഭവത്തിൽ നിന്നും ഒഴിവാകില്ല. ഒരാള് പോലും അനുഭവത്തിൽ നിന്ന് ഒഴിവാകില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് ഉപദേശം കൊടുത്തിട്ട് അവസാനം അവരെ കേട്ടില്ല. അള്ളാഹുവിന്റെ അദാബ് കൊണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ ചത്തൊടുങ്ങിക്കിടന്നപ്പോൾ അവരെ നോക്കിയിട്ട് സ്വാലിഹ് നബി പറഞ്ഞതെന്താണെന്നറിയോ? വത്തവല്ലാ അൻഹും وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين. സ്വാലിഹ് നബി പറഞ്ഞു, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങളോട്, എന്നിട്ട് നിങ്ങളത് കേട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്റെ ഉപദേശം കേൾക്കുമ്പോ നിങ്ങൾ പഞ്ഞിയെടുത്ത് ചെവിയിൽ വെക്കും. സ്വാലിഹ് നബിയുടെ ജനത അതായിരുന്നു. സ്വാലിഹ് നബി ഭയങ്കര പ്രസംഗമാണ്. പ്രസംഗം കഴിഞ്ഞിട്ട് സ്വാലിഹ് നബി വാഹ്റ ദവാന പറയുമ്പോ ചെവിക്കകത്തുനിന്ന് പഞ്ഞിയെടുത്ത് കളഞ്ഞിട്ട് കേട്ടോണ്ടിരുന്ന ഒരു നിജങ്ങ് പോകും. ഞാനിവിടെ വലിയ പ്രസംഗം നടത്തി, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാൻ നേരത്തെ ഈ 2 പേര് മുസാഫത്ത് ചെയ്യാൻ വേണ്ടി 2 പഞ്ഞി എടുത്തോണ്ട് എന്നെ കൂടെ തന്നാൽ എനിക്ക് ദേഷ്യം വരൂലേ? ഇത്രയും കഷ്ടപ്പെട്ട് രാത്രി ഉറക്കമൊഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പഞ്ഞി കെട്ട് ചെവിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ ദേഷ്യം വരില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചത്ത് കിടക്കുന്ന ജനതയെ നോക്കിയിട്ട്, അവരെയൊക്കെ ചത്തെന്നേ പറയാൻ പറ്റൂ, ആ ജനതയെ നോക്കിയിട്ട് പറഞ്ഞു, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, പക്ഷേ വലാകില്ലൻ തുഹിബ്ബൂനൻ നാസി, നിങ്ങൾക്ക് ഉപദേശം ഇഷ്ടമല്ല, നസീഹത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ. ശുഐബ് നബിയും ഇതേപോലെ പറഞ്ഞു. ശുഐബ് നബി പറഞ്ഞതെന്താ? ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അള്ളാന്റെ ഖുർആനാണ് ഇതൊക്കെ. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വകൈഫ അസാ അലാ ഖൗമിൻ കാഫിരീൻ. പിന്നെ നമ്മൾ വീണ്ടും പഴയ റമളാൻ പോലെ തന്നെ ഉസ്താദെ, ബാക്കവി വന്നാലും അൽകാസിമി വന്നാലും ഈസാ മൗലാന വന്നാലും മൂസാ മൗലാന വന്നാലും അള്ളാഹുവിന്റെ ഉസ്താദെ എന്റെ കാര്യം പോക്കാണ്. എന്തോ ഉസ്താദെ, ഞാൻ അങ്ങോട്ട് നന്നാവണില്ല. റമളാൻ കഴിയുമ്പോ എന്റെ സ്വഭാവം വീണ്ടും പഴയതിന്റെ ഭിന്നത്തെ ആവാണ്. റമളാനായാൽ പിന്നെ ഞാൻ സെറ്റപ്പാണ്, പക്ഷെ അത് കഴിഞ്ഞ പറ്റണില്ല ഉസ്താദെ, മനഃപൂർവ്വമല്ല, എന്നെ കൊണ്ട് പറ്റണില്ല. അങ്ങനെ പറയുന്നവരാണ് ആദ്യം നരകത്തിൽ. നമ്മളെ കൊണ്ട് എന്താ സാധിക്കാത്തത്? എന്തെല്ലാം സാധിക്കാത്തത് മനുഷ്യൻ ലോകത്ത് ചെയ്തില്ലേ? സാധിക്കും. പിടിച്ചു നിർത്താൻ സാധിക്കും. വീടി വലിക്കുന്നവനെ നിർത്താൻ പറ്റും, കള്ളുകുടിക്കുന്നവനെ നിർത്താൻ പറ്റും. മണ്ണും പെണ്ണും അദമ്യമായ ആഗ്രഹം കൊണ്ട് പ്രാന്തെടുത്ത് നടക്കുന്നവനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പരിശ്രമിച്ചാൽ സാധിക്കും. മൻജദ്ദ വജദ. ആരെന്തു പരിശ്രമിച്ചാലും അവന് സാധിക്കും. സാധിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ അനുഭവം പറയാൻ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതേപോലെ ഇരുന്ന് 10 പേരോട് സംസാരിക്കണമെന്നതായിരുന്നു. വല്ലാഹി പള്ളിക്കകത്തിരുന്നുകൊണ്ട് കളവ് പറയില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എന്നെ 6.5 കൊല്ലം പഠിപ്പിച്ച ഉസ്താദ്, ആ ഉസ്താദ് ഇന്ന് 50 പേർക്ക് മുന്നിൽ അരമണിക്കൂറിൽ കൂടുതൽ പ്രസംഗിക്കാൻ പറ്റില്ല. എന്റെ ഉസ്താദിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. എത്രയോ ആൾക്കാരുണ്ട്, ഇതായിരിക്കണം ഉസ്താദ് ഉറങ്ങാണെങ്കിലും അദ്ദേഹവും പഠിച്ചു, വെല്ലൂര് വന്ന് പഠിച്ചു. പക്ഷേ ആലോചിക്ക്,
ആഗ്രഹം. നമ്മൾ പരിശ്രമിച്ചാൽ അതിന് സാധിക്കും. ഏത് മനുഷ്യനും തന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ സാധിക്കും. എന്താണോ അവന് ആവശ്യം അത് അല്ലാഹു കൊടുക്കും. പരിശ്രമിച്ചാൽ മതി. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിനു വേണ്ടി ഒന്ന് പരിശ്രമിച്ചേ. സാധിക്കില്ലേ? വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ, ലൈസൻസ് എടുക്കണം, 2 ദിവസത്തിനകത്ത് എടുക്കണമെന്ന് വിചാരിച്ചോൺ നടക്കും. ഗൾഫിൽ പോയി, ഇവിടെ നിങ്ങൾക്ക് ഖുർആന്റെ അർത്ഥം പഠിക്കാൻ വയ്യ, അറബി കിതാബൊന്നും തിരിയാനും, ഗൾഫിൽ പോയാൽ 2 ആഴ്ച കൊണ്ട് നിങ്ങൾ അറബി സംസാരിക്കും. എന്തുകൊണ്ട്? സംസാരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ചായ ചോദിക്കുമ്പോ നാരങ്ങ വെള്ളം കിട്ടും. അതുകൊണ്ട് പഠിച്ചേ പറ്റൂ. നിങ്ങൾ പഠിക്കും. മനുഷ്യൻ ഇങ്ങനെ പരിശ്രമിക്കുമ്പോ അവൻ പഠിക്കും. എന്താണോ അവൻ ആവശ്യം അത് അവൻ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് തീരുമാനിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് ഉസ്താദേ എന്റെ ഖബറിലേക്ക് റമളാൻ മാത്രമല്ല, റമളാൻ കഴിഞ്ഞുള്ള എല്ലാ മാസവും റമളാനായിരിക്കും. അങ്ങനെ തീരുമാനിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഖബറിലേക്ക് നമ്മൾ പോകുമ്പോ പെട്ടെന്ന് കൊണ്ടുപോകും മക്കളെ എന്ന് പറയുന്നവരായി നമ്മൾ മാറും. അങ്ങനെയുള്ളവരെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ മയ്യത്തിന്റെ നിലവിളി കേട്ട് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ പോലും, എന്തിനേറെ നായ, ആ നായെ പോലും, പരിസരത്തുള്ള നായ പോലും എന്റെ പ്രിയമുള്ളവരെ പൊട്ടിക്കരയുമെന്നാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല വിളിയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. പെട്ടെന്ന് കൊണ്ടുപോ. അള്ളാന്റെ റസൂല് പറയാൻ, തിളച്ച വെള്ളമൊഴിക്കുന്ന ചൂടായിരിക്കും അവൻ അനുഭവിക്കുക. മയ്യത്ത് കുളിപ്പിക്കുമ്പോ മക്കള് വന്ന്, വാപ്പ മരിച്ചു കിടക്കുമ്പോ അടുത്ത് വന്ന് വാപ്പ ഇങ്ങനെ കുളിപ്പിക്കുന്നു, മക്കള് കരയുന്നു, ഇങ്ങനെ തുടയ്ക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ വാപ്പാടെ ശരീരം, നിസ്കരിക്കാത്ത മനുഷ്യന്റെ ശരീരത്തിൽ തിളച്ച വെള്ളം കോരി ഒഴിക്കുന്ന ചൂടാണ് അവൻ അനുഭവിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാണ്. എന്നിട്ട് ഇവനെ സന്തൂക്കിലേക്ക് എടുത്തു വെച്ചിട്ട് കൊണ്ടുപോവാൻ. ദിക്ർ ചൊല്ലുന്നവർ ചൊല്ലുക, ചെല്ലാത്തവർ ചെല്ലണ്ട, അങ്ങനെ കൊണ്ടുപോവാൻ. ഏതായാലും കൊണ്ടുപോവാൻ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ആ മയ്യത്ത് മക്കള് സന്തൂക്കിൽ പിടിച്ചിരിക്കുമ്പോ വാപ്പ പറയുന്നു, മക്കളെ നിങ്ങൾക്ക് എന്തെല്ലാം വാങ്ങിത്തന്നു, നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വിസയെടുക്കാൻ ഞാൻ തന്ന് സഹായിച്ചു, എന്നിട്ടും എന്നെ കൊണ്ട് കളയുകയാണോ? നമ്മൾ ആരെങ്കിലും പറയോ വേണ്ട എന്റെ വാപ്പായ അടക്കണ്ട, ഞാൻ വെച്ചോളാന്ന് പറയില്ല. മനുഷ്യന്റെ ശരീരം, ഒരു നായ ചത്ത് കിടന്നാൽ, ഇവിടെ കിടന്നാൽ 2 ദിവസം കിടക്കും. ഒരു മനുഷ്യന്റെ ജീവൻ പോയാൽ 2 മണിക്കൂർ കഴിയുമ്പോ ദുർഗന്ധം വന്നു തുടങ്ങും. 2 ദിവസമൊക്കെ കഴിഞ്ഞ അസഹ്യമാണ്. ഏറ്റവും ദുർഗന്ധമുള്ള രക്തം ഏത് ജീവിയുടെ രക്തമെന്നറിയോ? പട്ടിയുടെയല്ല, പൂച്ചയുടെയല്ല, കഴുതയുടെയല്ല, മനുഷ്യന്റെ രക്തമാണ്. ഏറ്റവും വലിയ ദുർഗന്ധമുള്ള രക്തം മനുഷ്യന്റെ രക്തമാണ്. നമ്മുടെ രക്തത്തിന് വലിയ ദുർഗന്ധമാണ്. നമ്മുടെ ശരീരം നമ്മളിങ്ങനെ മിനുക്കിക്കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ ശരീരം ഒന്നും മുറിഞ്ഞിട്ട് ആ മുറിവ് അങ്ങനെ തന്നെ കഴുകിക്കളയാതെ രക്തം വെച്ചിരുന്നാൽ തറാവീ നിസ്കരിക്കാൻ അവൻ നിൽക്കുന്ന സഫിൽ ഒറ്റെണ്ണത്തിന് നിൽക്കാൻ പറ്റൂല. അത്രയ്ക്ക് ദുർഗന്ധമാണ് രക്തം. അള്ളാഹു നമ്മുടെ ശരീരത്തെ അള്ളാഹു പരിശുദ്ധമാക്കി തരുമാറാകട്ടെ. മരിച്ചു കിടക്കുമ്പോ അന്തസ്സോടുകൂടി കിടക്കണം. നീയത്ത് നല്ലതാണെങ്കിൽ നിന്റെ മയ്യത്ത് നല്ലതാകുമെന്നാണ് തഴവ ഉസ്താദ് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും നല്ല നീയത്ത്. സ്വതക്ക കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, പള്ളിക്ക് ചോറ് കൊടുക്കുന്നു, കഞ്ഞി വെച്ച് കൊടുക്കുന്നു, ഈത്തപ്പഴം കൊടുക്കുന്നു, നല്ല നീയത്ത്. എങ്കിൽ നിന്റെ മയ്യത്തും നല്ലതായിരിക്കും. കാണാൻ ഭംഗിയുള്ള മയ്യത്തല്ലെങ്കിൽ പോയില്ലേ? കാണാൻ ഭംഗിയോടുകൂടി കിടക്കണം, നല്ല അന്തസ്സായിട്ട് മരിച്ചു കിടക്കണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മരിച്ചു കിടന്നപ്പോ അനുയായികൾ അടുത്തു പോയിട്ട് ഇങ്ങനെ കണ്ണെടുക്കാതെ ആ മയ്യത്തിലേക്ക് ഇങ്ങനെ നോക്കി. സഹാബികൾ പരസ്പരം പറഞ്ഞു, എന്തൊരു ഭാഗ്യവാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ചില്ലറക്കാരനല്ല, സമ്പന്നനായിരുന്നു. അള്ളാഹു പണത്തിന്റെ പവർ കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുഴുവനും ഖൈറായ രീതിയിൽ ചെലവഴിച്ച ആളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആഡംബരം ഒഴിവാക്കി. പണമുണ്ടെന്ന് പറഞ്ഞ് ആഡംബരം നടത്തിയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത്തർ പൂശി കൊണ്ടുവന്നപ്പോ, എന്താ അബ്ദുറഹ്മാനെ ഇന്ന് നല്ല മണമുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, ഞാനൊരു പെണ്ണ് കെട്ടി നബിയെ, ഞാനൊരു കല്യാണം കഴിച്ചു നബിയെ, ഒരു അത്ര തേച്ച് ഞാനൊരു കല്യാണം കഴിച്ചു നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അത്രയേ ഉള്ളൂ, സദ്യ കൊടുക്കണില്ലേ? റസൂല് പറഞ്ഞാൽ കൊടുക്കാം. അള്ളാന്റെ റസൂല് പറഞ്ഞു, പുരുഷൻ കൊടുക്കണം. പുരുഷന് വലീമത്ത് സുന്നത്താണ്. പുരുഷനൊരു കല്യാണം കഴിച്ചാൽ കുറച്ചു പേർക്ക് ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളോ പവറിന് വേണ്ടി, അന്തസ്സിന് വേണ്ടി ജനങ്ങൾ എന്ത് കരുതും എന്ന് പറഞ്ഞിട്ട് ഏക്കർ കണക്കിന് പന്തലിട്ടിട്ട് കല്യാണം നടത്തുമ്പോ ആ പവർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കാണിക്കാത്തത് കൊണ്ട് ചിരിച്ചുകൊണ്ട് കിടന്നു മരിച്ചപ്പോൾ. സഹാബികൾക്ക് നോക്കിയിട്ട് കണ്ണെടുക്കാൻ തോന്നിയില്ല. എന്ത് രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. പടച്ചോനെ, എന്ത് സുഖമാണ് കണ്ടുകൊണ്ടിരിക്കാൻ, എന്ത് രസമാണ്.
ആ ഒരവസ്ഥ അള്ളാഹു നമുക്ക് തരട്ടെ. നമുക്ക് അവരവരുടെ ജീവിതമാണ്. ഞാൻ പറയുന്നത് എന്റെ ശരീരത്തിനോടാണ്. നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇല്ലാതെ അടുത്തിരിക്കുന്നവൻ അല്ലെങ്കിൽ മറ്റവൻ നീ കേട്ടോടാ, കേട്ടോ, റമദാൻ കഴിയുമ്പോ നീ കറങ്ങ് കേട്ടോ, അങ്ങനെയല്ല. നമ്മൾ അങ്ങനെയാണ്. ഉസ്താദ് എന്തെങ്കിലും പറയുമ്പോ അവൻ കേൾക്കുന്നുണ്ടാ, പലിശയെ കുറിച്ച് പറയുമ്പോ മറ്റവൻ കേൾക്കുന്നുണ്ടാ, കള്ളുകുടിയെ കുറിച്ച് പറയുമ്പോ യവൻ കേൾക്കുന്നുണ്ടാ. നമ്മളെ കാര്യം നമ്മൾ ചിന്തിക്കൂല. അവരവര് കേൾക്കണം. അതിനാ പറയണേ. അവരവർ. ഞാൻ എന്റെ ശരീരത്തിനോട് പറയാൻ. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ള ദുആ ചെയ്യുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്നത് എന്താ? ഞാൻ ദുആ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ ശരീരത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഓർക്കണേ. നിങ്ങൾ ഇത്രയും ആൾക്കാരെ കുറിച്ച് ഓർത്ത് ഞാൻ കരയേണ്ട കാര്യം എന്താ? നിങ്ങളല്ലേ കരയാനുള്ളത്. അവരവരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്റെ മരണം, എന്റെ ഖബർ ആരും ഉണ്ടാവില്ല. നിങ്ങൾ ഈ പറയുന്ന ഭാര്യയും മക്കളും ഉമ്മയും വാപ്പയും കൂട്ടുകാരും കമ്പനിക്കാരും സുഹൃത്തുക്കളും കച്ചവടക്കാരും സഹപാഠികളും ഒരാളും ഉണ്ടാവില്ല. ഒരു കുഞ്ഞുണ്ടാവില്ല, ഒരു ഈച്ച പോലും ഉണ്ടാവില്ല എന്ന നാടൻ ഭാഷയുടെ പ്രയോഗം ഇവിടെ സത്യമാണ്. അവനും അവന്റെ പ്രവൃത്തിയും ഖബറിൽ. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിന്റെ അകത്ത് പിന്നെ നിലയ്ക്കാത്ത നിലവിളി മുഴങ്ങുന്ന ഒരു തെറ്റുണ്ട്. എന്താണെന്നറിയോ? സാമ്പത്തിക സൂക്ഷ്മത കുറവാണ്. ഒരിക്കൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇതേപോലെ ഒരു റമളാൻ മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫ് ഉള്ള റമളാൻ മാസത്തിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നലെ വന്നതിന്റെ ഇരട്ടി ആൾക്കാരൊന്ന് വന്നു. അൽഹംദുലില്ലാഹ്. ഭക്ഷണമൊക്കെ തികയുമായി സാഹിബ്? തികയും ഇൻഷാ അല്ലാഹ്. തികയാത്തത് എന്താ? അള്ളാഹു ബറക്കത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ക്രമമായിട്ട് വേണം. 3 പേര് പോയി കഴിച്ച്, 4 പേര് പോയി കഴിച്ച്. ഗാനമേളക്കാരൊക്കെ പതുക്കെ വരും. ഗാനമേളക്കാരെ പറഞ്ഞൂടെ 4 മണിക്ക്? ഇവിടെ ഗാനമേളക്കാരുണ്ട്. അപ്പൊ അവര് വരുമ്പോ അവർക്ക് ഭക്ഷണം കഴിച്ചോളൂ. ബാക്കിയുള്ളവരെന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് അവര് വളരെ അച്ചടക്കത്തോടുകൂടി. നമ്മളെ നിയന്ത്രിച്ച ഒരു പള്ളിയിലും അടിയുണ്ടാവില്ല. നിയന്ത്രിക്കാൻ ആള് വേണ്ട മുസ്ലിമിന്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അച്ചടക്കമുള്ളവനെന്നാണ്. ബഹളമുള്ളവനെന്നല്ല, അച്ചടക്കം, സമാധാനി. അതാണ് മുസ്ലിം. അപ്പൊ അവരവർ നിയന്ത്രിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും നോമ്പ് കുറിക്കുമ്പോഴും ഈത്തപ്പഴത്തിന്റെ അരിയും പിന്നെ അതുപോലെ പഴമാണെങ്കിൽ അതിന്റെ തൊലി, അതുപോലെ ബാക്കി, അതൊക്കെ നമ്മൾ മുസ്ലിമാണ് എന്നറിയണം. ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് എണീച്ചാൽ ഇവിടെ എണീച്ചവൻ മുസ്ലിമാണെന്നറിയണം. അങ്ങനെ അറിയണം. ആ രീതി അള്ളാഹു നമുക്ക് തെരുമാറാകണം. അപ്പോൾ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. രാത്രിയിൽ ഇഅ്തികാഫിരിക്കുമ്പോ കുറെ ഉപ്പുപ്പമാരുണ്ട്, കുറെ ചെറുപ്പക്കാരുണ്ട്. ഇങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നല്, അള്ളാഹുവേ, എന്റെ വാപ്പ ഈ പള്ളിയുടെ ഖബർസ്ഥാനിലാണല്ലോ അടക്കിയിരിക്കുന്നത്, ഒന്ന് പോയി സിയാറത്ത് ചെയ്താൽ എന്താ? വലിയ ചിന്തയാണ്. വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി, ലൈലത്തുൽ ഖദറല്ലേ, 27-ാം രാവായിരുന്നു അന്ന്. അപ്പോ ഈ രാത്രിയിൽ വാപ്പാടെ ഖബറിന്റെ അടുത്ത് പോയി ഒന്ന് ദുആ ചെയ്താൽ എന്താ? മനസ്സിലൊരു വല്ലാത്ത അദ്ദേഹം തീരുമാനിച്ചു, ശരിയാണ്, നല്ല കാര്യമാണ്, എന്റെ വാപ്പാക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. ഇന്നൊരു സഹോദരൻ റൂമിൽ വന്ന് കരഞ്ഞുകൊണ്ടൊരു 100 രൂപ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഇന്നത്തെ ഇഅ്തികാഫിന്റെ ദുആയിൽ ഉസ്താദ് എനിക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണം. എന്താന്ന് ഈ 18-20 വയസ്സായ മക്കൾ കരയുന്നെങ്കിലേ അതൊക്കെ വലിയ അത്ഭുതമാണ്. വയസ്സായവരാണ് ഖബറിൽ കാല് നീട്ടിയിരിക്കുന്നെന്ന് പറയുന്നവരാണ് സാധാരണ കരയാ. നല്ല ഒരു യുവാവ്, 18 വയസ്സ് പോലും, അല്ലെങ്കിൽ 19 വയസ്സുള്ള, അല്ലെങ്കിൽ 20 വയസ്സ്, അതിനകത്ത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് കരയാണ്. കരഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ മോൻ കരയണ പോലെ, കൊച്ചുകുട്ടി 4 വയസ്സുള്ള മോൻ കരയണ പോലെ കരയാണ്. കണ്ണുനീര് തുളുമ്പാണ് ആ റൂമിനകത്ത്. വന്നിട്ട് പറഞ്ഞു, എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം? എന്താണോ ആഗ്രഹം? ഉമ്മായും കാക്കായും തമ്മിൽ ഉടക്കാണ്. കണ്ടാൽ വഴക്കാണ്. ഉസ്താദ് റമദാനിൽ ഇവിടെ പ്രസംഗിക്കുമ്പോ ഓരോ ജുമഅയിലും പരസ്പരം ബന്ധം പുതുക്കണമെന്ന് ഉസ്താദ് പറയുമ്പോ കരഞ്ഞുകൊണ്ട് പള്ളിയുടെ ഒരു മൂലക്കിരുന്ന് ആമീൻ പറയുന്ന പാവപ്പെട്ടവനാണ് ഞാൻ. ഇന്നലെ കരഞ്ഞു ദുആ ചെയ്തതുപോലെ ഇന്ന് രാത്രിയിൽ ഈ പള്ളിക്കകത്ത് ഉസ്താദ് ദുആ ചെയ്യുമ്പോ എന്റെ ഉമ്മയും എന്റെ കാക്കയും തമ്മിലുള്ള പിണക്കം തീരാൻ വേണ്ടി ദുആ ചെയ്യണം. ആ സഹോദരന്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം അതായിരുന്നു. ചിന്തിച്ചു നോക്കുക, 2 മക്കൾ, അതിൽ അനിയൻ ഇങ്ങനെ ഈ സ്ഥലത്ത് ഇവിടെ ഇക്കായും ഉമ്മായും തമ്മിലൂടൊക്കെ എങ്ങനെ സമാധാനം ഉണ്ടാവും, എങ്ങനെ സ്വസ്ഥതയുണ്ടാവും? ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹു ആ കുടുംബത്തെ ചേർത്ത് കൊടുക്കുമാറാകട്ടെ. നമുക്കിന്ന് ദുആ ചെയ്യണം. ആ കുടുംബത്തിൽ ഇനി ആ സഹോദരൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മയും ഇക്കയും അടുത്തിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ അള്ളാഹു ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന് ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അപ്പൊ വാപ്പയെ കുറിച്ച് ചിന്തിച്ച് സഹിക്കാൻ പറ്റണില്ല. ഒന്ന് പോയി
സിയാറത്ത് ചെയ്തേക്കാം. രാത്രിയാണ്, ഇതേപോലെ വെളിച്ചമൊന്നുമില്ല. ഇപ്പോഴല്ലേ പള്ളികൾ സ്ട്രീറ്റ് ലൈറ്റ്, നമ്മുടെ പള്ളിയിലൊക്കെ 4 ഭാഗത്ത് വെളിച്ചവും പ്രകാശവും കൊണ്ട് നിറയുന്ന പള്ളി ഇപ്പോഴാ. പണ്ട് ചെറിയ പള്ളിയുടെ പുറകിൽ ഒരു മണ്ണെണ്ണ വിളക്ക്, ഫ്രണ്ടിൽ ഒരു മണ്ണെണ്ണ വിളക്ക്, ഇങ്ങനെ 2 വിളക്ക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. അതാണ് പണ്ടത്തെ പള്ളി. വെളിച്ചമില്ല, ട്യൂബില്ല, ഒന്നുമില്ല. അതുപോലെ ഇത്തികാവിന്റെ സമയം ആ പോലെ പെണ്ണുമ്പുള്ള പറഞ്ഞു, ഉസ്താദ് വനിതാ ക്ലാസ് എടുക്കാൻ വന്നപ്പോ പറഞ്ഞു കേട്ടോ, നിങ്ങള് ഭർത്താവ് കേട്ടോ എന്താ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസം പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. നിങ്ങളൊന്ന് പോയേ മനുഷ്യ, നിങ്ങൾ ഈ റമളാനായാലും കട്ടിലിന്റെ അടിയിൽ തന്നെ, നിങ്ങൾ എന്ത് മനുഷ്യ നിങ്ങൾ ഇങ്ങനെ. അതുകൊണ്ട് പള്ളിയിൽ പോയി ഇന്ന് നിങ്ങൾ എഴുത്തിക്കാഫിരുന്നാൽ 1000 മാസം ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടും. അയാൾ ആലോചിക്കുമ്പോൾ സംഭവം ശരിയല്ല, ലക്കീരി കിട്ടണ സാധ്യത, സംഭവം ലക്കീരി കിട്ടണതാ. ഒരു രാത്രി അത് ചെലവഴിച്ചു കൊടുത്താൽ എന്താ, പുള്ളിക്കാരൻ പതുക്കെ മുണ്ടൊക്കെ എടുത്തു കൊടുത്ത് നേരെ പള്ളിയിൽ വന്നു. ഇതുപോലെ വെളിച്ചമൊന്നുമില്ല, ചെറിയ ഒരു മണ്ണെണ്ണ വിളക്ക് ഫ്രണ്ടിലും ഒരു മണ്ണെണ്ണ വിളക്ക് ബാക്കിലും തൂക്കിയിട്ടിരിക്കുകയാണ്. വലിയ വലിയ വിളക്കാണ്. നമ്മളെ ഉറുദു ഉസ്താദ് പറയണ പോലെ ബെടാ വിളക്ക്, വലിയ വിളക്കാണ്, വലിയ വിളക്ക്. ചിറച്ചു മണ്ണെണ്ണയുണ്ട് രണ്ടിലും, ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ 2 വിളക്ക്, ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഖുർആൻ ഓതുന്നവർ ആ വിളക്കിന്റെ അടിയിൽ വന്നിരുന്ന് ഇങ്ങനെ നോക്കി ഓതണം, അല്ലാത്തവരൊക്കെ മാറിയിരുന്ന് ഇങ്ങനെ എഴുത്തിക്കാവര് എങ്ങനെയാണ്. അപ്പൊ ഇദ്ദേഹം ചെല്ലുമ്പോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വരിവരായിരിക്കുന്നുണ്ട്, ഇദ്ദേഹം ഏറ്റവും പുറകില്. അങ്ങനെയാണല്ലോ സാധാരണ പള്ളി കയറാത്തൊരു പള്ളിയിൽ വന്നാൽ ആദ്യം നോക്കുന്നത് ഏറ്റവും പുറകിലോട്ട് പോയി ചാരി അല്ലാഹ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കില്ല, ഏറ്റവും പുറകിൽ. അതാണ് സാധാരണ ആൾക്കാരുടെ, പള്ളി കയറാത്തവരുടെ സ്വഭാവം അങ്ങനെ ഏറ്റവും പുറകിലുണ്ടാവും. അപ്പൊ എന്ത് ചെയ്തു, ഇദ്ദേഹം ഏറ്റവും പുറകിൽ. ഇത് പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാരെ മുമ്പിലോട്ട് നീങ്ങാൻ, നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, നിങ്ങൾ വൈകി വന്നവരാണല്ലോ. അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുതാരും. സാധാരണ ഒരാളിപ്പോ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ ഏറ്റവും പുറകിലേ പോകും. ഇതിപ്പോ സ്ഥലമില്ലാത്തോണ്ടല്ലേ, സ്ഥലം ഉണ്ടെങ്കിലും പുറകിലേ പോവുക, അവര് കുഴപ്പമാ. അപ്പോ ഏറ്റവും പുറകിൽ പോയി ഇങ്ങനെ ചാരിയിരുന്നപ്പോ ഇദ്ദേഹം വിചാരിച്ചു, ഈ ലൈലത്തുൽ ഖദർ എഴുത്തിക്കാവരിക്കണം എങ്ങനെയാണ്, ഒരാളും അനങ്ങണില്ല, എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്, വരിക. ഇദ്ദേഹം അതേപോലെ പോയിരുന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഇരിക്കുമ്പോ മണ്ണെണ്ണ വിളക്കിന്റെ അടിയിൽ ചെറിയൊരു ദൂരം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു തുള്ളി മണ്ണെണ്ണ വന്ന് ഇയാൾ തലയിൽ ഇങ്ങനെ, ഇയാൾ അല്ലാഹ് ലൈലത്തുൽ ഖദർ വീഴട്ടെ, ലൈലത്തുൽ ഖദർ നല്ല തണുപ്പാ, അതല്ലേ ഒറ്റെണ്ണ അനങ്ങാതെ ഉപ്പാപ്പാര് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കണുണ്ട്, എല്ലാത്തിനും ഇങ്ങനെ വീഴല, ഇങ്ങനെ വീണോണ്ടിരിക്കുക. ഓരോ തുള്ളി വീഴുമ്പോ ഇയാള് അൽഹംദുലില്ലാ, ഇത്രയും ദിവസം പള്ളി വരാത്ത എനിക്ക് ഇന്ന് കിട്ടിയ 2 തുള്ളിയായി, 3. കുറച്ചു കഴിഞ്ഞപ്പോ വിളക്കണഞ്ഞു, മണ്ണെണ്ണ തീർന്നതാ. അപ്പൊ പുള്ളി വിചാരിച്ച അൽഹംദുലില്ലാ, ഈ വിളക്കണയം പണയം പനിച്ചങ്ങ് വയ്ക്കോളണം അവിടെ ഉള്ളവര്. അപ്പൊ കൂടെ ഇരുന്ന 3-4 ഉപ്പാപ്പാൻ എണീച്ച് ഫ്രണ്ടിലോട്ട് പോയി. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ട് എനിക്കാണ് കൂടുതൽ തുള്ളി കിട്ടിയത്, അവർക്ക് ബാക്കി തുള്ളിക്ക് വേണ്ടി ഫ്രണ്ടെടുത്ത വിളക്കിന്റെ അടിയിൽ പോയിരിക്കുക. അപ്പൊ ഞാൻ ഏതായാലും കിട്ടിയത് അൽഹംദുലില്ലാ കൊണ്ടുപോവാണ്. ഈത്തികാവിന് പറഞ്ഞു വിട്ട പെണ്ണുമ്പുള്ള ചക്കാവിച്ചതൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോ മച്ച തിരിച്ചു വരികയാണ്. 1/2 മണിക്കൂർ ആയോളൂ. മനുഷ്യ, നിങ്ങൾ എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയാടി, ഓ അല്ലാഹു അക്ബർ, കിട്ടിയോ? ആ, പക്ഷേ ചെറിയൊരു മണ്ണെണ്ണയുടെ ഗ്യാസ് ഉണ്ട് കേട്ടോ, ലൈലത്തുൽ ഖദർ സംഭവം, ഒരു മണ്ണെണ്ണ. എന്ത് ചെയ്യും പഠിച്ചു? ആലോചിച്ച് നോക്കി. നമ്മളങ്ങനെ, നമുക്ക് ചെന്നിരുന്ന അപ്പ കിട്ടണം, ലൈലത്തുൽ ഖദർ ആണെങ്കിലും കിട്ടണം, സ്വർഗമാണെങ്കിലും കിട്ടണം, ചോദിച്ചാൽ അപ്പ കിട്ടണം. ഇല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്താലും അപ്പ കിട്ടണം. അങ്ങനെയൊന്നും കിട്ടില്ല, കഷ്ടപ്പെടണം. അള്ളാഹു ഇങ്ങനെ നോക്കും. ഒരു ദിവസം ഇരുന്നു, 2-ാമത്തെ ദിവസം ഇരുന്നു, 3-ാമത്തെ ദിവസം ഇരുന്നു, ഏറ്റവും അവസാനവും അള്ളാഹ് നോക്കും. തുടങ്ങിയവരെല്ലാം ഉണ്ടോന്ന് നോക്കും. അപ്പൊ അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. ഓരോ ദിവസവും കൂടുകയില്ലാതെ കുറയാൻ പാടില്ല. നമ്മളിങ്ങനെ വന്നവര് പിന്നെ വരാതിരിക്കരുത്. അതാണ് നമ്മുടെ ആ ഒരു ചടങ്ങ്, വന്നവര് വരാതിരിക്കരുത്. എന്റെ റമദാനിന് സാധാരണ അവസാന 10 പ്രസംഗവും മതപ്രസംഗവും ഒക്കെ ഉള്ളതാ. എല്ലാം ഞാൻ മാറ്റുകയാണ്, ഇവിടത്തേക്ക് വേണ്ടി എല്ലാം മാറ്റി. നോമ്പ് 25-ന്റെ അന്ന് ഒരു പ്രസംഗമുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആടെ സമയം അന്ന് നിർബന്ധമായിട്ട് പോയേ പറ്റും. അതുകൊണ്ടാണ്. എങ്കിലും ഈ സമയമൊക്കെ ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് എത്തും. ഇതിനു മുമ്പൊക്കെ എത്തും. തറാവീഹ് കഴിഞ്ഞ് 1 മണിക്കൂർ എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ലൈലത്തുൽ ഖദർ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, വാപ്പാന്റെ ഖബറിന്റെ അടുത്തൊന്ന് പോകാം. അങ്ങനെ പോയി. വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി. രാത്രിയാണ്. മൈലാഞ്ചി ചെടികളോട് കിന്നാരം പറഞ്ഞു നിൽക്കുന്ന 100 ഖബറുകൾ. ആ ഖബറുകൾക്കിടയിലൂടെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നടന്ന് പോവുകയാണ്. വെളിച്ചമില്ല, ലൈറ്റില്ല, വെട്ടമില്ല, പ്രകാശമില്ല, കുറ്റാങ്കുറ്റിരുട്ടാണ്. റമദാനിന്റെ രാത്രിയാണ്. മലക്കുകൾ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാം. എന്തോ ഒരു രസമാണ് സൂറത്തുൽ ഖദർ.
ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്നത് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മളോട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പള്ളിക്കകത്തിരിക്കുന്നവരോട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് മലക്കുകൾ വന്ന് പറയുന്ന രാത്രി. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി വാപ്പാന്റെ കബറിലേക്ക് പോവാണ്. രാത്രിയാണ്, പകൽ സമയത്ത് പോലും കബർ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കണ്ടാൽ പേടിയാണ്. അപ്പോ രാത്രിയാണ്. ആ ഖബറിന്റെ അടുത്തേക്ക് ചെന്ന് വാപ്പാന്റെ ഖബർ തിരക്കി പിടിച്ച് കണ്ട് അതിന്റെ മുമ്പ് പോയി ഇങ്ങനെ സിയാറത്ത് ചെയ്യാൻ. എന്റെ വാപ്പ എന്തൊരു ഭാഗ്യമുള്ള പിതാവ്, ആലോചിച്ച്. അങ്ങനെയുള്ള പിതാവാക്കി നമ്മളെ അള്ളാഹു മാറ്റട്ടെ. അതിന് നമ്മൾ നമ്മുടെ മക്കളെ അതിന് തയ്യാറാക്കണം. ഇന്നലെ ഉസ്താദ് പിന്നെ ഈ എഴുത്തിക്കാഫിനിടയിൽ മദ്രസ കുട്ടികളുടെ പരീക്ഷാ പേപ്പർ ഇങ്ങനെ മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ് റൂമിൽ. അപ്പൊ ഞാൻ റൂമിലേക്ക് ചെന്നപ്പോൾ ഉസ്താദ് ഇങ്ങനെ നോക്കുകയാണ്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ തമിഴിൽ ഉത്തരം എഴുതിയിരിക്കുന്നു ചില പേപ്പറിൽ. അല്ലാഹു അല്ല, ഞാനാണെങ്കിൽ എന്ത് കൊടുത്തന്നെ പടച്ചവന്. തമിഴിൽ ഉത്തരം. ഏത് വെള്ളം കൊണ്ടാണ് വുളു കൊടുക്കേണ്ടത്? ഉത്തരം എന്താണെന്നറിയോ? ശുദ്ധമായ വെള്ളം. തമിഴിൽ എഴുതിയിരിക്കുന്നു. അല്ലാഹു അക്ബർ. അദ്ദേഹത്തിന് കുറച്ച് തമിഴ് പുരിയും, കൊഞ്ചം പുരിയും, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവസാനം തമിഴ് അറിയാന്നുള്ള കുട്ടികൾ മാർക്ക് എണ്ണി നോക്കുമ്പോഴാണ് ഇടി അടക്കണത്. എല്ലാം കൂടെ വാരി വരച്ചിട്ട് കൊടുത്ത അവസാനം 50 മാർക്കിന് 70 മാർക്കായിരിക്കും കൊച്ചിന് കിട്ടണത്. അപ്പോ അങ്ങനെ ആ കുട്ടികൾ ഏത് രീതിയിലാണ് അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടല്ലോ. ആലോചിച്ച് നോക്കിയേ, എത്ര കുട്ടികളുണ്ട് നമ്മുടെ മദ്രസയിൽ. എനിക്ക് സമയമില്ലാത്തതുണ്ട് വല്ലാഹി. ഇല്ലെങ്കിൽ ഞാൻ ഉസ്താദുമാരെയൊക്കെ ഒന്ന് നോക്കി മദ്രസയിലേക്ക് ഒന്ന് കയറി മക്കളെയൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അള്ളാഹു നമ്മുടെ മക്കളെ, എത്ര മക്കൾ നമ്മുടെ മദ്രസയിലുണ്ട്, പഠിക്കുന്ന എത്ര പേരുണ്ട്, പഠിക്കാത്ത എത്ര പേരുണ്ട്. ഉസ്താദുമാരെയൊക്കെ കാണുമ്പോൾ, ഇഫ്താറിനൊക്കെ പോകുമ്പോൾ മദ്രസ പഠിക്കുന്ന മക്കൾ ഉസ്താദുമാരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും ഇങ്ങനെ തല. അത് ആ ഒരു ബന്ധം ഇന്നില്ലല്ലോ, തീർന്നില്ലേ, അതൊക്കെ നശിച്ചില്ലേ അല്ലേ? ഈ മകനെ എന്തുകൊണ്ട് ഇബ്നു ഹജർ എന്ന് പറഞ്ഞാൽ ആരാ? അറിവിന്റെ സൂര്യ തേജസ്സാണ്. വാപ്പ അത്രയും പഠിപ്പിച്ചത് കൊണ്ട് വാപ്പാന്റെ ഖബറിൽ കിട്ടുന്ന സമ്മാനം. വാപ്പ ഇത്രയും പഠിപ്പിച്ച് പക്വതയുള്ളതാക്കിയപ്പോ വാപ്പാന്റെ ഖബറിൽ കിട്ടുന്ന സമ്മാനം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചെന്ന് ദുആ ചെയ്യാൻ. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുറ്റാങ്കുറ്റിരുട്ടാണ്, പള്ളിയുടെ ഖബർസ്ഥാനാണ്. ഏതോ ഒരു സ്ഥലത്തു നിന്ന് വലിയ ഒരു നിലവിളി മുഴങ്ങി കേൾക്കുകയാണ്. എവിടെ നിന്നാണ് പടച്ചവനെ നിലവിളി മുഴങ്ങി കേൾക്കുന്നത്? ഖബറാണല്ലോ. ആര് കേൾക്കാനാണ്, ആരറിയാനാണ്, ആര് കാണാനാണ്? എന്തോ ഒരു അലർച്ചയാണ് പടച്ചവനെ. പച്ചയ്ക്ക് ഒരു മനുഷ്യന്റെ ശരീരം വെട്ടി ഞൊറുക്കുമ്പോൾ അയാൾ നിലവിളിക്കുന്നത് പോലെ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിൽ ഒരു മനുഷ്യനെ വലിച്ചെറിയപ്പെടുമ്പോൾ അയാൾ നിലവിളിക്കുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ മുട്ടുകാലിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. പടച്ചവനെ, എവിടെയാണ് നിലവിളി കേൾക്കുന്നത്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കേട്ട സ്ഥലത്തേക്ക് പേടിച്ച് നടന്ന് ചെല്ലുകയാണ്. രാത്രിയാണ്, പള്ളിക്കാടാണ്, സിറ്റിയല്ല, റോഡല്ല. അടക്കപ്പെട്ടിരിക്കുന്ന 100 കണക്കായ ഖബറുകൾക്കിടയിലൂടെ ഒരു വടിയും കുത്തിയിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് നടന്ന് നിലവിളി കേട്ട ഭാഗത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പഴയ ഖബറാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന, മണ്ണിടിഞ്ഞു വീണ പഴയ ഒരു ഖബറാണ്. ആ ഖബറിന്റെ അകത്തു നിന്നാണ് നിലവിളി കേട്ടത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവരകത്തേക്ക് ചെന്ന് നിൽക്കുമ്പോ നിലവിളി നിലയ്ക്കുകയാണ്. 2 കണ്ണും നിറഞ്ഞു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിറയ്ക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇബ്നു ഹജർ ദുആ ചെയ്യുന്നു, പടച്ചവനെ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഹതഭാഗ്യനാരാ? ഒരു പഴയ ഖബറാണ്, നിലവിളി തീർന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേദനയോടെ ദുആ ചെയ്തു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ ചെന്നു. സുബഹിന്റെ സമയമായി. പള്ളിയിൽ വന്ന പ്രായം കൂടിയ ഒരു പിതാവ് ആ പിതാവിനോട് ചോദിച്ചു, ഉപ്പാ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഞാനൊരു ഖബർ കാണിച്ചു തരാം, അതാരുടെ ഖബറെന്ന് പറഞ്ഞു തരുമോ? ആ ഉപ്പ പറയുകയാണ്, തങ്ങളെ, ഒരു 30 വർഷത്തിനകത്ത് അടക്കം ചെയ്യപ്പെട്ടവരാണെങ്കിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ പിതാവിനെയും വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. പിതാവിനെയും വിളിച്ചുകൊണ്ട് ഖബറിന്റെ അടുത്ത് ചെന്നിട്ട്, ഈ ഖബറിന്റെ അകത്ത് ആരെയാണ് അടക്കപ്പെട്ടിരിക്കുന്നതെന്നറിയുമോ എന്ന് ചോദിക്കുമ്പോ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് പിതാവ് പറയുന്നു, ഇയാള് നിസ്കാരമുള്ളയാളാണ്,
ഇയാളുടെ നിസ്കാരത്തിന്റെ നെറ്റിയുടെ തഴമ്പ് നല്ല ഭംഗിയാണ്. റമളാനിലെ ഒരു നോമ്പ് പോലും ഇയാൾ ഒഴിവാക്കിയിരുന്നില്ല. ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന ഉപ്പാ ഒന്നുകൂടി ആലോചിച്ചു പറയണം. നിസ്കാരമുള്ള നോമ്പ് പിടിക്കുന്ന മനുഷ്യന്റെ ഖബറിൽ എന്താണ് നിലവിളി? ഒന്നുകൂടി ആലോചിക്കുപ്പ. അയാളുടെ ഖബർ തന്നെയാണോ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉപ്പ പറയുന്നു, ഉണ്ട്, ഇയാൾക്കൊരു തെറ്റുണ്ടായിരുന്നു. എന്ത് തെറ്റാണെന്ന് ചോദിച്ചപ്പോ ഇബ്നു ഹജറിനോട് ആ പിതാവ് പറഞ്ഞു കൊടുക്കുന്നു, ഇയാള് മരണപ്പെടുന്നതിനും 3 മാസം മുമ്പ് പലിശയ്ക്ക് കൊടുത്തിരുന്നു തങ്ങളെ. അയാള് സമ്പാദിച്ചിരുന്ന പണം പാവപ്പെട്ടവർക്ക് ആവശ്യത്തിന് കൊടുത്തിട്ട് അതിന്റെ ഇരട്ടി പൈസ മടക്കി വാങ്ങിച്ചിരുന്നു തങ്ങളെ. അതുകൊണ്ടാണ് ഇയാൾ ഇത്രത്തോളം ശിക്ഷ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമ്പത്തിക സൂക്ഷ്മത ജീവിതത്തിൽ പാലിച്ചില്ലാരെങ്കിൽ ഖബറിന്റെ അകത്ത് രക്ഷയില്ല. അടുത്തിരിക്കുന്ന ഒരാളുടെ പോക്കറ്റിൽ നിന്ന് വീണ 1 രൂപ, ആ 1 രൂപ എടുത്തുകൊണ്ട് പള്ളിക്കുറ്റിയിലിട്ടാലും നീ കണക്ക് പറയണവടാ. റോഡിലൂടെ നടന്നു പോകുമ്പോ കിട്ടുന്ന 10 രൂപ എടുത്ത് ബീഡി വാങ്ങി വലിച്ചാലും അള്ളാനോട് കണക്ക് പറയണവടാ. പാവപ്പെട്ടവർ റമളാൻ മാസത്തിൽ പോയി നെഞ്ചുരുക്കി ജോലി ചെയ്തു കൊണ്ടുവന്ന പൈസ എവിടെയെങ്കിലും വെച്ചിരിക്കുമ്പോ മോഷ്ടിച്ചു കൊണ്ടുപോയി വയറ് നിറച്ചാലും അള്ളാഹുവിനോട് കണക്ക് പറയണപ്പെടാ. ജീവിതത്തിൽ സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്തവരാരുണ്ടോ അവരുടെ ഖബറിൽ ഇസ്രാഫീൽ 2ാമത് സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് വരെ നിലവിളിച്ചുകൊണ്ടിരിക്കാനുള്ള ദുർവിധിയാണ് അല്ലാഹു കൊടുക്കുന്നതെങ്കിൽ 35 വർഷമായി ഖബറടക്കിയിട്ട് ആ ഖബറിന്റെ അകത്തുള്ള മയ്യത്തിന്റെ നിലവിളിയാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കേട്ടുപോയതെങ്കിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 35 വർഷമായി അടക്കിയിട്ട് നിലവിളി. നമ്മുടെയൊക്കെ മണക്കാട് വലിയ പള്ളിയുടെ ഖബറിൽ ഏതൊക്കെ ഖബറിന്റെ അകത്താ നിലവിളി കേൾക്കണം നമുക്കറിയാൻ പറ്റുമോ? അല്ലാഹു നമ്മുടെയൊക്കെ ഖബർ സമാധാനമുള്ള ഖബറാക്കി തെരുമാറാകട്ടെ. ഒരിക്കലും ഒരാളുടെയും അർഹതപ്പെടാത്ത 1 രൂപ പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പലിശ അറിയാതെയും അറിഞ്ഞും കൊടുത്തുപോയവരുണ്ടെങ്കിൽ 100% അതിൽ നിന്ന് ഒഴിവാകണം. അള്ളാഹു നമുക്ക് സാമ്പത്തിക സംസ്കരണം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഖബറിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് കിതാബിന്റെ ഖബറിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് മയ്യത്തിനെ. ബാക്കി ഇൻഷാ അല്ലാഹ് ഖബറിന്റെ ഭയാനകതയും മറ്റു കാര്യങ്ങളൊക്കെ നാളെ. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അദ്ദേഹം ഏറ്റവും അധികം കരഞ്ഞുകൊണ്ടെഴുതിയ കുറച്ച് ബൈത്ത്, ഏറ്റവും അധികം കരഞ്ഞുകൊണ്ടെഴുതിയ ബൈത്താണ്. കരഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ നമ്മളെയും കണ്ണു നിറയും. ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല, എങ്കിലും മനസ്സിലാകാത്ത ഭാഗം വരുമ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് ഒരു മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണ രംഗമാണ്, ഒരു മനുഷ്യൻ മരിക്കണ രംഗമാണ്. ഒന്നുകൂടെ കുറച്ചുകൂടെ അടുത്തോട്ടിരുന്ന് ദുആ ചെയ്യാൻ സമയമായി. കുറച്ചുകൂടെ അടുത്തോട്ടിരുന്ന് ഒരു മനുഷ്യൻ മരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണ രംഗമാണ്. ഇത് കേട്ടാൽ നമ്മുടെ ദുആ ഇൻഷാ അല്ലാഹ് കരളലിയിപ്പിക്കുന്ന ദുആയാണ്. ഇത് കുറച്ച് കേട്ടാൽ നമ്മുടെ ഇന്നത്തെ ദുആ നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യും അറിയാതെ. അതാണ് അള്ളാഹു ഇത് പഠിക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ദിവസം നിനക്ക് സലാമത്തായി നീങ്ങുന്നേ, അത് കണ്ട് ചതിയിൽ പെട്ട് നീ കഴിയുന്നേ, അതിനിടയിലൊന്നു മുസീബത്തായി പുലരുന്നേ, അത് നിന്റെ സകല പ്രതീക്ഷയും തകർക്കുന്നേ. ഓരോ ദിവസവും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നിന്നോട് യാത്ര പറഞ്ഞ് പോവാൻ. ഇന്നത്തെ ദിവസം മാരിബാവുമ്പോ അസ്സലാമു അലൈക്കും, നാളത്തെ ദിവസം മാരിബാവുമ്പോ അസ്സലാമു അലൈക്കും, അങ്ങനെ പറഞ്ഞു പോവാൻ. നീ അതൊന്നും അറിയണില്ല. നീ ഇങ്ങനെ നിന്റെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, ആയുസ്സിൽ ഓരോ ദിവസം നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ വളരെ സന്തോഷമായിട്ട് കുഴപ്പമില്ല, റാഹത്താണ്, അൽഹംദുലില്ലാഹ്, 21 നോമ്പായി 22 നോമ്പ്, നമ്മളിങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് പെട്ടെന്നൊരു മുസീബത്ത് വന്നു വിടുന്നു. എന്താണെന്നറിയോ? മരിക്കും എന്നുറപ്പുള്ള ഒരു രോഗം. മരിക്കും എന്നുറപ്പുള്ള ഒരു രോഗം. ഡോക്ടർ പറഞ്ഞ് ചികിത്സിക്കാം, കുറച്ച് വേദനയൊക്കെ മാറ്റാം, എന്തായാലും മരണം, ഈ രോഗം കൊണ്ട് മരണം ഉറപ്പാണ് എന്ന് പറയുന്ന ഒരു രോഗം നിന്നെ പിടിപെട്ടുകയാണ്. ഫോൺ ചെയ്തു ഡോക്ടർ തൽക്ഷണം എത്തുന്നേ, ഇഞ്ചക്ഷൻ ഒന്നു കൊടുത്ത് കൈയൊഴിയുന്നേ. പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറന്നു വരും, കാശുള്ളവരാണ് വിളിച്ചതെങ്കിൽ.
സമരത്തിൽ നിന്ന ഡോക്ടറാണെങ്കിലും വരും, നിരാഹാരത്തിലിരിക്കുന്ന ഡോക്ടറാണെങ്കിലും വരും. ഒന്ന് ഓടി വന്നിട്ട് ഒരു ചെറിയ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് മക്കളോട് പറയും, ഒന്ന് വന്നേ. വാപ്പ ചാരുകസേരയിലിരിക്കും, മക്കളോട് പറയും ഒന്ന് വന്നേ. വിളിച്ചോണ്ട് പോയിട്ട് പറയും, വലിയ പാടാ, ഇനി വലിയ പാടാ. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു സമാധാനത്തിന്. പെട്ടെന്ന് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ച് കാണാനുള്ളവരൊക്കെ വന്ന് കണ്ടോളാൻ പറയും. അല്ലെങ്കിൽ വാപ്പയോട് ഡോക്ടർ പറയും, മോന്റെ കാര്യം വലിയ പാടാ, മോന്റെ കാര്യം വലിയ പാടാണ്. അങ്ങനെ പറയുമ്പോഴേ ചെറുപ്പക്കാർക്ക് പേടിയുണ്ടാവും. അവർ കരുതിക്കുന്ന വയസ്സായവർ മാത്രമേ മരിക്കോളെന്നാണ്. വയസ്സായവർ ആരും മരിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കി, എത്ര വയസ്സായവർ മരിച്ചു? ചെറുപ്പക്കാരാ മരിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ മോന്റെ കാര്യം വലിയ പാടാ, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, ചിലപ്പോ രക്ഷ കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞ് കൈയൊഴിയുകയാണ്. തെളിവുള്ള വെള്ളം അന്നതാ കലങ്ങുന്നേ, മനക്കോട്ട കാറ്റടിച്ചൊക്കെയും തകർക്കുന്നേ, അതിനന്ന് ഗദ്ഗതം കൊണ്ട് മൊഴി വിങ്ങുന്നേ, ചെവിയോട് മറ്റേ ചെവി സലാം പറയുന്നേ. എല്ലാം കഴിഞ്ഞു. നല്ല തെളിഞ്ഞ ജീവിതമായിരുന്നു. കലങ്ങി. വാപ്പ പോയോടുകൂടി കലങ്ങി, മോൻ പോയോടുകൂടി കലങ്ങി, ഉമ്മ പോയോടുപോയി കലങ്ങി. ചെവി ഈ ചെവിയോട് പറയുന്നു അസ്സലാമു അലൈക്കും, ഈ കണ്ണിനോട് പറയുന്നു അസ്സലാമു അലൈക്കും, ഈ കൈയോട് പറയുന്നു അസ്സലാമു അലൈക്കും. പോവാൻ സമയമായി. അങ്ങനെ സലാം പറഞ്ഞ് എല്ലാ അവയവങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ അവയവം തമ്മിലെല്ലാം അന്നേ പറയുന്നതാ സകറാത്തു സമയം തന്നെ. കണ്ണു ചോദിക്കുകയാണ് സമയമായി, ഖബറിൽ പോകാ സമയമായി. എത്ര സിനിമ കണ്ട കണ്ണാണ്, എത്ര പെണ്ണിനെ നോക്കിയ കണ്ണാണ്. അതെ, ഈ മനുഷ്യൻ ഖബറിൽ പോകാ സമയമായി. ഈ ചെവി പറയുകയാണ്, റമദാനിൽ പോലും പാട്ട് കേട്ട ചെവിയല്ലേ, സംഗീതം ആസ്വദിച്ച ചെവിയല്ലേ, ഖബറിൽ പോകാൻ സമയമായി. ആ മനുഷ്യന്റെ ഓരോ അവയവവും പരസ്പരം പറയുന്ന സമയമായി, ഇനി രക്ഷയില്ല, ഇനി ഖബറാണ്. അപ്പോ ഒരു അവയവം പറയാണ്, ചെറുപ്പമല്ലേ, നല്ല യുവത്വമാണ്, എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ പാട്ടിന് കേൾക്കാനുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞുപോയി, ഇനി നിവർത്തിയില്ല, ഇതവസാനത്തെ പാട്ടാണെന്ന് പറഞ്ഞ് പരസ്പരം ചെവിയും സലാം പറഞ്ഞു മാറുകയാണ്. വിവരം അറിഞ്ഞപ്പോൾ ചിലർ ഞെട്ടുന്നേ, അവർക്കും ഇതുണ്ടെന്നുള്ളതും മറക്കുന്നേ. വിവരം വിളിച്ചു പറഞ്ഞു, ഇന്നയാള് മരിച്ചു, പക്ഷേ നമ്മൾ ഞെട്ടിപ്പോയി. നമ്മൾ മരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നു, അത് ചിന്തിക്കണില്ല. മറ്റോ മരിച്ചു, അവൻ മരിച്ചു. അവർക്കും അതുണ്ടെന്നുള്ളതും മറക്കുന്നേ, എനിക്കും അതുണ്ട് എന്ന് അവൻ ചിന്തിക്കണില്ല. ആര് മരിച്ചെന്ന് പറഞ്ഞാലും അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. സംസാരമെന്നവർക്കൊക്കെയും നീ തന്നെ, മുഖത്തിട്ട മുണ്ടും ചിലര് വന്നുയർത്തുന്നേ. എല്ലാവരുടെയും അന്നത്തെ സംസാരം നിന്നെ കുറിച്ചാണ്. ആർക്കും അറിഞ്ഞുകൂടായിരുന്നു നിന്നെ അട്ടക്കുളങ്ങരയിൽ, ഒരാൾക്കും അറിഞ്ഞുകൂടായിരുന്നു. നീ പെട്ടെന്ന് മരിച്ചപ്പോ പിറ്റേന്ന് രാവിലെ സുബൈക്ക് നീ അറിഞ്ഞായിരുന്നു, ഇന്നലെ നമ്മുടെ തറാവീന് എഴുത്തിക്കാവിന് വന്ന പയ്യനില്ലേ, മരിച്ചുപോയി. ഭക്ഷണമൊക്കെ വാരി വലിച്ച് കഴിക്കുമ്പോ ഓർക്കണം, വിഴിഞ്ഞത്തൊരു പെൺകുട്ടി മരിച്ചത് ഒരു മീനിന്റെ മുള്ള് ഒരല്പം തൊണ്ടയിൽ കുടുങ്ങിയത് കൊണ്ടാണ്. ബിസ്മി പറയാതെ കഴിക്കലും, റമദാനാണെങ്കിലും അല്ലെങ്കിലും സമാധാനമായിട്ട് കഴിക്കണം. മട്ടന്റെ എല്ലൊക്കെ കുരുങ്ങിയ രക്ഷയുണ്ടോ? സമാധാനമായിട്ട് കഴിക്കണം ഭക്ഷണം. പിന്നെ ആർത്തി പാടില്ല, ഒന്നിലും ആർത്തി പാടില്ല, സമാധാനമായിട്ട് കഴിക്കണം. അപ്പോ എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ചർച്ച അന്ന് നീയാണ്. ഇന്നലെ വരെ നിന്നെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല, ഇന്ന് നീ മരിച്ചപ്പോ എല്ലാവരുടെയും ചർച്ച നിന്നെ കുറിച്ച്. നല്ലോനായിരുന്നു, പഠിച്ചവനെ എപ്പോഴും ഫ്രണ്ട് സഫിലുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു, പോയല്ലോ, എല്ലാരും നിന്നെ കുറിച്ച് പറയും. ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ നീയാണ് ചർച്ച. ഒക്കെ അന്ന് എല്ലാവരും അങ്ങനെ ഒരു അന്ന് വൈകുന്നേരം വരെ ഒരു 100-500 ആൾക്കാരെ നിന്നെ കുറിച്ച് പറഞ്ഞ് കാര്യങ്ങളെല്ലാം നടന്നു. മുഖത്തിട്ടിരുന്ന മുണ്ട് ചിലര് വന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്റെ കൂടെ തറാവി നിസ്കരിച്ചു മരിച്ചു കിടക്കുമ്പോ വന്ന് അള്ളാഹു കൊള്ളാം, പഠിച്ചവനെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഓരോരു പോവാണ്. ആ സമയത്ത് നീയോ കൈകെട്ടി മിണ്ടാതന്ന് നീ കിടക്കുന്നേ, ചിലർക്കുള്ള കണ്ണിൽ നിന്ന് നീരൊലിക്കുന്നേ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്ത കൈകളാണ്.
എന്തൊക്കെ ചെയ്ത കൈകളാണ്. പള്ളി വൃത്തിയാക്കിയ കൈയാണെങ്കിലും, പലിശ വാങ്ങിയ കൈയാണെങ്കിലും, ടിക്കറ്റ് എടുക്കാൻ തിയേറ്ററിന്റെ ഹോളിനകത്ത് കൈയിട്ട കൈയാണെങ്കിലും, ആ കൈ രണ്ടും ഇങ്ങനെ വെച്ച് നെഞ്ചത്ത് വെച്ച് നീ മിണ്ടാതെ കിടക്കാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ കണ്ണ് നിറഞ്ഞ് അറിയാതെ നീരൊലിച്ചുകൊണ്ട് കണ്ണുനീര് തുടച്ചു മാറി മാറി ജനങ്ങളിങ്ങനെ പോവുകയാണ്. കരയുന്നതെന്താണെന്നറിഞ്ഞോ പൊന്നേ, ബലം നഷ്ടമായവർക്കൊക്കെ നിന്നിൽ നിന്നേ. എന്താണ് ഉമ്മയും വാപ്പയും ഒക്കെ കരയണം എന്താണെന്നറിയോ? ഓ, എന്റെ മോൻ എല്ലാ റമദാനും എനിക്ക് മുണ്ടുടുപ്പ് എടുത്തോട്ട് തരണം, മോനാ മരിച്ചുപോയി, ഇനി അടുത്ത റമദാൻ ആരാണെന്തോ അല്ലാഹുവേ പോയി. ഭർത്താവ് മരിച്ചു, ഭാര്യയും പറയണം അല്ലാഹുവേ എല്ലാ പെരുന്നാളിനും ബൈക്കിന്റെ പുറകിലെത്തി എവിടെയൊക്കെ കൊണ്ടുപോയതാ, ശംഖുമുഖത്ത് പോയി എത്ര കപ്പലണ്ടി നിന്നതാ. ഭാര്യ കരയണം. എന്തിനാ കരയണേ? ഭർത്താവ് മരിച്ചപ്പോ ആ ചിന്തയാണ്. ഇല്ലാതെ എന്റെ ഭർത്താവ് അല്ലാഹുവേ നിസ്കാരം ഒഴിവാക്കിയിട്ട് യാത്ര ചെയ്തു, ഖബറിന്റെ ഭയാനകത എന്താണെന്ന് ഓർത്തല്ല കരയുന്നത്. അള്ളാഹു തഴവ ഉസ്താദിന്റെ ഖബർ വിശാലമാക്കട്ടെ. നമുക്ക് പഠിക്കാൻ ഇതിനേക്കാൾ വലിയ ബൈത്ത് ലോകത്തുണ്ടോ? ആലോചിക്കണം. മനസ്സ് കിടുകിടാ വിറയ്ക്കും, മനസ്സ് കിടുകിടാ വിറയ്ക്കും, കരളുകൾ കലങ്ങും. നമ്മൾ ചിന്തിക്കണം, അത്രത്തോളം ആഴമുള്ള വാക്കുകളാണ്. മണിമന്ദിരത്തിന് മുകളിലായി വിലസുന്നേ, കുരിശിന്റെ അടിക്ക് കരച്ചില ഫിലിമന്നേ. എത്ര ദിവസമാണ് മനോഹരമായ സിനിമയും കണ്ടുകൊണ്ട് വീട്ടിന്റെ അകത്ത് ചാരകസേരയിൽ നീയിരുന്നത്. അത് കാണുവാൻ ആരും വരുന്നില്ലെന്നേ, മുൻകർ നക്കീർ ഖബറിൽ ഫിലിം നടത്തുന്നേ. വീട്ടിൽ കണ്ടുപോയ സിനിമയല്ലേ നീ കണ്ടിട്ടുള്ളൂ. ഇന്ന് നീ കാണാൻ പോകുന്ന സിനിമയുടെ സംവിധാനം മുൻകർ നക്കീർ അലൈഹിസ്സലാം. അവരാണ് നിന്റെ ഇനിയുള്ള സിനിമയുടെ സംവിധാനം. നിന്റെ ഖബറിന്റെ അകത്ത് പിന്നെ അവരാണ് സിനിമ നടത്തുന്നത്. ടി വി പോലെയല്ല, തിയേറ്റർ പോലെയല്ല. മുൻകർ നക്കീർ സിനിമ നടത്തുകയാണ്. റൂമിന്റെ ഭിത്തിയിൽ ഫോട്ടോയും കിടക്കുന്നേ, റഹ്മത്തിനുള്ള മലക്കുകൾ ശപിക്കുന്നേ. നീ മരിച്ചു കിടക്കുമ്പോഴും നിന്റെ ഫോട്ടോ നിന്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കാൻ. എടുത്തു മാറ്റണം. അട്ടക്കുളങ്ങരയുടെ പരിസരത്ത് ഏത് വീട്ടിന്റെ അകത്തളത്ത് സോക്കേഴ്സിലോ വീടിന്റെ ചുവരിലോ നിന്റെയും നിന്റെ മക്കളുടെയും ഫോട്ടോയുണ്ടെങ്കിൽ അതെടുത്തു മാറ്റണം. റഹ്മത്തിന്റെ മലക്കുകൾ നിന്നെ ശപിക്കുമെന്നാണ്. ആരെ ഫോട്ടോയാണുള്ളത്? മരിച്ചുപോയവരുടെ ആണെങ്കിൽ അവരെ ശപിക്കും, ജീവിച്ചിരിക്കുന്നവരെ ശപിക്കും. ആരെ ഫോട്ടോയാണ്? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ അറിഞ്ഞില്ല മക്കൾ ഫോട്ടോ എടുത്ത് വെച്ചത്, അവരെ ശപിക്കും. ആരുടെ ഫോട്ടോയാണ്? അവരെ ശപിക്കും. അല്ലാഹു കാക്കട്ടെ. സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ എന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. രോഗം പിടിച്ചവർക്ക് എത്രയോ സുഖം വന്നേ, സന്ദർശകർ അതിലെത്രയോ മരിച്ചെന്നേ. ചികിത്സിച്ച വൈദ്യൻ തന്നെ മണ്ണിലമർന്നേ, അവർക്കുള്ള രോഗികളോ ഹയാത്തിൽ തന്നെ. ചികിത്സിച്ച ഡോക്ടറൊക്കെ മരിച്ചു. രോഗിയായ മനുഷ്യൻ ഇന്നും തൈലിട്ട് തടയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ മരുന്ന് കൊടുത്തപ്പോ ഡോക്ടർ വിചാരിച്ച് ഇയാൾ ഉടനെ തട്ടിപ്പോകുന്നു. പക്ഷേ തട്ടിയതാരാ? തട്ടിയത് ഡോക്ടറാണ്. മറ്റേ ആൾ വീണ്ടും വേറെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി തൈലമൊക്കെ ഇട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഈമാനുള്ള ആയുസ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കുഴിവെട്ടുവാൻ ചില പാർട്ടികൾ കുതിക്കുന്നേ, മണിയോർത്ത് സന്തോഷത്തിലാണവരെന്നേ. മരിച്ചോ? പള്ളിയിൽ കുടിവെട്ടുന്ന ആൾക്കാർ പറയും, ഡാ വാ മൺവെട്ടി എടുത്തോണ്ട് വാ, 500 രൂപ കോളത്തു. 500 രൂപയുടെ കോളത്തു കവർ വെട്ടിക്കൊടുത്താൽ കിട്ടും 600 രൂപ, 800 രൂപ, 1000 രൂപ. ഒരാഴ്ചത്തേക്ക് അൽഹംദുലില്ലാഹ് ഖബർ വെട്ടാൻ പോവാൻ. കുഴിവെട്ടുവാൻ ചില പാർട്ടികൾ കുതിക്കുന്നേ, മണിയോർത്ത് സന്തോഷത്തിലാണവരെന്നേ. ജീർണിച്ച കട്ടിലിട്ട് കുളി നടത്തുന്നേ, ഷവർ പൈപ്പിലുള്ളൊരു കുളിയതും നിലച്ചെന്നേ. കുളിമുറിയിലേക്ക് കയറി ഷവർ അങ്ങോട്ട് തിരിച്ചിട്ട് കുളിച്ച നിന്നെ മലർത്തിക്കിടത്തിയിട്ട് ഒരു കട്ടിലുണ്ട്, ആ കട്ടിലിൽ മലർത്തിക്കിടത്തിയിട്ട്
വെള്ളം കോരി ഒഴിച്ചു തരികയാണ്. നിന്റെ കട്ടിലിന്റെ 4 കാലും നല്ലതുപോലെ നനഞ്ഞു വെള്ളം കുടിച്ച് കുതിർന്നു കിടക്കുകയാണ്. വെള്ളം ശരിക്ക് കുടിച്ചതാ കുതിരുന്നേ, തല താടി ചേർത്തും കൊണ്ട് കെട്ടും നിന്നെ. ഓർത്തൊന്ന് നോക്ക് സഹോദര നീ ഇന്നേ, പൊതിയുന്ന തുണി 3 ക്ഷണം വിരിക്കുന്നേ, അതിലേക്ക് താങ്ങിയെടുത്തതാ കിടത്തുന്നേ. ചോദിക്കാണ്, കുളിപ്പിച്ചു തീർന്നോ? കുളിപ്പിച്ചു കഴിഞ്ഞോ? എപ്പോൾ തുടങ്ങിയതാ? തീർന്നില്ലേ? 3 തുണ്ട് വെള്ളത്തുണി ഇങ്ങനെ ഇതേപോലെ പായ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കിടത്തി. തീർന്നോ? വീണ്ടും ചോദിക്കാണ്, തീർന്നോ? വെപ്രാളം അടക്കാൻ കഫൻ തുണി വിരിച്ചിട്ട് ചോദിക്കും, തീർന്നോ? കുളിപ്പിച്ചു തീർന്നോ? അവിടെ കബർ റെഡിയായി. കുളിപ്പിച്ചു തീർന്നോ? കുളിപ്പിച്ചവർ പറഞ്ഞു, അത് 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. തുടക്കുകയാണ്. തുടച്ച് വൃത്തിയാക്കി താങ്ങിയെടുത്ത് ഈ തുണിയിൽ ഇങ്ങനെ കിടത്താൻ. നമ്മളെ കാര്യമോ പറയണേ? ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇതനുഭവിച്ചേ ലോകത്തുനിന്ന് പോവൂ. ഒരാളും ഇതനുഭവിക്കാതെ പോവില്ല. നമ്മളെ എടുത്ത് കിടത്താണ് അതിന്റെ മുകളിൽ. ആ തുണിയിലെടുത്ത് നമ്മളിങ്ങനെ കിടത്തും. എല്ലാരെയും, കള്ളു കുടിച്ചവരെയും പെണ്ണു പിടിച്ചവരെയും നിസ്കരിച്ചവരെയും ദുആ ചെയ്തവരെയും ചെയ്യാത്തവരെയും ഒക്കെ ഇങ്ങനെ കിടത്താണ്. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. നിനക്കുള്ള ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. അവസാനം ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ കാണാൻ? മൂക്കിൽ പഞ്ഞി വെച്ചു, കണ്ണിൽ പഞ്ഞി വെച്ചു, പൊക്കലിൽ പഞ്ഞി വെച്ചു, വിരലുകൾക്കിടയിൽ പഞ്ഞി വെച്ചു, കാലിന്റെ വിരലുകൾക്കിടയിൽ പഞ്ഞി വെച്ചു. ഒരാൾ ചോദിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ കാണാൻ? പോവാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? അവസാനമായ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. ഭാര്യയ്ക്കോ മക്കൾക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പൊതിയാൻ പോവാൻ. ഇനി ഒരു തുണിതാ ഇങ്ങനെ അങ്ങോട്ട് മൂടി, മറ്റേ തുണിയെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മൂടി 3 കെട്ട് കെട്ടിയാൽ ഇനി തുറക്കൂല. ലാസ്റ്റ് കാണണം ആ മുഖം, നമ്മുടെ മുഖം പൊതിയാൻ പോവാൻ. ലാസ്റ്റ് ഇനി ആർക്കാണ്, ആരിൽ ഇനി ഉണ്ടോ കാണാൻ എന്ന് ചോദിക്കാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, മയ്യത്ത് കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ, താങ്ങിക്കിടത്താൻ പലരുടൻ കൂടുന്നേ, നെഞ്ചത്തടിച്ചും കൊണ്ട് ചിലരുരുളുന്നേ, അവർക്കുള്ള കൈ തളർന്നിട്ടതാ കിടക്കുന്നേ. ചിലർക്ക് ആ ചോദ്യം കേൾക്കുമ്പോ ക്ഷമ വിട്ടുപോയി. അല്ലാഹുവേ, ബോധമില്ലാതെ കിടന്നവരും ചാടി എഴുന്നേറ്റ് എന്റെ മോനെ കൊണ്ടുപോവല്ലേ, എന്റെ വാപ്പാനെ കൊണ്ടുപോവല്ലേ, എന്റെ ഭാര്യയെ കൊണ്ടുപോവല്ലേ, എന്റെ മക്കളെ കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ചിലര് പോയി സമാധാനിപ്പിച്ച് അവിടെ ഇരിക്കി, പള്ളി കൊണ്ടുപോവാണ്, കരയല്ലേ, എല്ലാരും പോവും, എല്ലാരും മരിക്കും. ചിലരങ്ങനെയാണ്. ചിലര് പറയും എല്ലാരും മരിക്കും, കരയല്ലേ കരയല്ലേ, അവിടെ അങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങനെ കരഞ്ഞാണോ പറഞ്ഞു വിടാനുള്ളത്? അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യ്, കരയരുത് കരയരുത് എന്നൊക്കെ പറഞ്ഞ് ചില ആജിയാക്കന്മാരൊക്കെ ഇടയിൽ ഇങ്ങനെ വന്ന് ബഹളമൊക്കെ വെച്ച് കൊണ്ടുപോവാൻ എടുത്തു, മയ്യത്തെടുത്ത് കൊണ്ടുപോവാൻ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടുപോയോ കാണലെന്നാ നിന്നെ. പൊന്നുമോനെ, നീ എന്നെ വിട്ടു പോവാണോ? ഇനി എന്നാണ് മോനെ നിന്നെ കാണുക? തട്ടാമലപ്പള്ളിയിൽ തറാവീ നിസ്കാരം കഴിഞ്ഞിറങ്ങി വന്ന 10 വയസ്സുള്ള പൊന്നുമോൻ വണ്ടി ഇടിച്ച് രാത്രി മരണപ്പെട്ടപ്പോ ഉമ്മ ചോദിച്ചതല്ലേ? പൊന്നുമോനെ ക്ഷമ വിട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇനി എന്ന് കാണും മോനെ, ഇനി എന്ന് കാണും? എന്റെ മുലപ്പാല് കുടിച്ച് എന്റെ മാറത്ത് ചേർന്നുറങ്ങി ഉമ്മച്ചാന്ന് വിളിച്ച് എന്റെ കൂടെ ഭക്ഷണത്തിന് വേണ്ടി ഓടി വന്ന മോനെ, ഇനി എന്ന് കാണും എന്ന് ചോദിച്ചു. ഉമ്മ ആര് ക്ഷമിപ്പിച്ചാലും ക്ഷമിക്കാത്ത മനസ്സാണ് ഉമ്മയുടെ മനസ്സ്. പറ്റില്ല സഹിക്കാനും ക്ഷമിക്കാനും. വാപ്പാക്ക് പറ്റിയാലും ഉമ്മാക്ക് പറ്റില്ല. അതുകൊണ്ടല്ലേ ഈ പ്രായപൂർത്തിയാവാത്ത മക്കൾ മരിച്ചാൽ വാപ്പയെക്കാരും ആദ്യം അവര് സ്വർഗത്തിൽ തിരക്കണത് എന്റെ ഉമ്മ എവിടെയെന്നാണ്, എന്റെ ഉമ്മ എവിടെയെന്നാ ചോദിക്കണേ. അതുകൊണ്ട് ഉമ്മാക്ക് സഹിക്കാൻ പറ്റണില്ല, ക്ഷമിക്കാൻ പറ്റണില്ല. ഉമ്മ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, മോനെ ഇനി എന്നാ കാണാ? അരിമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെ വാപ്പ പിരിയുന്നേ. എന്റെ കൂടെ പള്ളിയിൽ വന്ന വാപ്പാ നിങ്ങൾ പോവാണോ? എന്നെ കൊണ്ടുപോകാതെ പോവാണോ? വാപ്പാക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത രംഗമാണ്. വാപ്പായെ പൊതിഞ്ഞു കിടത്തി, വാപ്പാക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. വാപ്പ പോവാൻ
അതുപോലെ പലരും കൂട്ടമായി കരയുന്നേ, ഒരു തുച്ഛ സമയം കൊണ്ട് കെട്ടടങ്ങുന്നേ. ഈ കരച്ചില് എത്ര സമയം? അരമണിക്കൂർ. പിന്നെ കഴിഞ്ഞിട്ട് കൂട്ടുകാർ പറയും പോട്ടടാ കുഴപ്പമില്ല, ശരിയാക്കാം. ഭാര്യ പറയും, മറ്റു കൂട്ടുകാരി സഹോദരിമാരായ അപ്പുറത്തുകാരൊക്കെ വന്ന് പറയും കുഴപ്പമില്ല, എല്ലാവരും മരിക്കും. അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് അടക്കമൊക്കെ കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം ക്ലോസ് ആയി. പിന്നെ കരച്ചിലൊന്നുമില്ല. അതൊക്കെ തീർന്നു, എല്ലാം കെട്ടടങ്ങി. മയ്യത്തു പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നേ, അതിലൊന്ന് കയറാൻ ഭാഗ്യം അവനും വന്നേ. എത്ര പ്രാവശ്യം നീ പോയടാ മണക്കാട് വല്യപള്ളിയുടെ മുമ്പിലൂടെ, അട്ടക്കുളങ്ങര പള്ളിയുടെ മുമ്പിലൂടെ ഒന്ന് കേറി നോക്കാൻ നിനക്ക് പറ്റിയോ? പക്ഷെ ഇന്ന് നിന്നെ കൊണ്ടുപോയി, ഇന്ന് നിന്റെ നാട്ടുകാര് പൊതിഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെ കൊണ്ടുവച്ച്. ഹനഫി പിന്നെ മദ്ഹബ് പ്രകാരം പള്ളിക്കകത്ത് വെക്കാൻ പാടില്ല, പുറം പള്ളിയിൽ വെക്കണം. ശാഫി മദ്ഹബിൽ അകത്ത് കുഴപ്പമില്ല. ഏതായാലും പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണ്. ഇന്നലെ വരെ കേറാത്തവനെ അന്ന് ജനങ്ങൾ കുളിപ്പിച്ച് പൊതിഞ്ഞു കൊണ്ടുവന്ന് കയറ്റി നിസ്കരിക്കുകയാണ്. അതിനകത്ത് അവിടെ വെച്ച് നിസ്കരിച്ച് മയ്യത്ത് കട്ടിൽ ഖബറിലേക്ക് എടുക്കുന്നേ, അതിൽ നിന്നും മെല്ലെ എടുത്തതാ കിടത്തുന്നേ. നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് കെട്ട് ഖബറിലേക്ക് കൊണ്ടുപോയി. ഖബറിന്റെ ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ചില ആൾക്കാർ സന്തൂക്കിൽ നിന്ന് മയ്യത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ നിന്ന് താങ്ങിയെടുത്ത് മയ്യത്ത് കുളിപ്പിച്ച കട്ടിലിൽ നിന്നെടുത്ത് കഫൻ തുണി കിടത്തി, കഫൻ തുണിയിൽ പുതഞ്ഞ് സന്തൂക്കിൽ കിടത്തി, സന്തൂക്കിൽ നിന്നെടുത്ത് ഖബറിലേക്ക് വെക്കുന്ന അവസാന രംഗം. അങ്ങനെ ഖബറിന്റെ അകത്തേക്ക് എടുത്ത് വെക്കാണ്. പിടിമണ്ണുമിട്ടും കൊണ്ടവർ പിരിയുന്നേ, നീ ഏകനായെന്നും അതിൽ വസിക്കുന്നേ, നീ ഏകനായെന്നും അതിൽ വസിക്കുന്നേ. ഒറ്റയ്ക്കാണ്. ലോകം അവസാനിക്കുന്ന സമയം വരെ പിന്നെ നീ ഒറ്റയ്ക്കാണ്. ആലോചിക്കണം, ഗൾഫിൽ പോയി ഒറ്റപ്പെട്ടു പോയാൽ എന്ത് വേദന, ദൂരെ സ്ഥലത്ത് പോയി ഒറ്റപ്പെട്ടു പോയാൽ എന്ത് വേദന. നീ ഒറ്റയ്ക്ക് കബറിനകത്ത് കിടങ്ങും. അസ്വാജ് ഔലാദൊക്കെയും പിരിയുന്നേ, അനുശോചനം നടത്തുന്നതാ ചിലരെന്നേ, നീ വലിയ നേതാവെന്നവർ പുകഴ്ത്തുന്നേ, റീത്തും ചിലർ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നേ. ഉടനെ തന്നെ നാട്ടുകാര് പറഞ്ഞു, നല്ല ആളായിരുന്നു, അട്ടക്കുളങ്ങരയ്ക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു, മണക്കാട് വേണ്ടപ്പെട്ട ആളായിരുന്നു, നല്ല നേതാവായിരുന്നു. അനുശോചന സമ്മേളനം വൈകിട്ടുണ്ടായിരിക്കും. മറ്റേ പുള്ളിയെ കൊണ്ടുപോയി കിടത്തി. വൈകുന്നേരം അനുശോചന സമ്മേളനം. എല്ലാവരും വന്നു, മുഖ്യമന്ത്രി, പോലീസുകാർ, നാട്ടുകാരെല്ലാരും വന്നു. എല്ലാരും പറഞ്ഞു നല്ല മനുഷ്യനായിരുന്നു, പോയി എന്ത് ചെയ്യാം. ഫ്ലക്സ് ബോർഡ് അടിച്ച് ചീത്ത വിളിച്ചവരും പറഞ്ഞു പോയി, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാരും പോയി. കുറച്ച് ആൾക്കാർ വണ്ടിയിൽ വന്നിറങ്ങി, റീത്ത് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി എത്ര രൂപ പിരിച്ച ആളാ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി, പോയി റീത്ത് കൊണ്ടുവന്ന് വെച്ചു. അസോസിയേഷൻ മെമ്പർ പേരൊക്കെ എഴുതി ഒപ്പിട്ട് റീത്തൊക്കെ കൊണ്ടുവന്ന് ഖബറിൽ വെച്ചു, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് മക്കളെ കൊടുത്തു. ഇൻഷാ നമ്മൾ പോയിട്ട് വരാം, സഹായിക്കാം. പാപ്പ മരിച്ചു എന്ന് പറഞ്ഞ് നമ്മളാരും നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല, ഇടയ്ക്ക് വീണ്ടും വരാം, നല്ല പാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അനുശോചനം അറിയിച്ച് സമയമില്ലാത്ത നേതാക്കന്മാരെല്ലാം അങ്ങനെ പിരിഞ്ഞു പോവാണ്. അത് വലിയ ഭാഗ്യം എന്ന് നീ മതിക്കുന്നേ, ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ. തഴവോസ്താദിന്റെ ഖബർ അല്ലാഹു സ്വർഗത്തിന്റെ വെളിച്ചം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങിയെന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിന് മതിയോ പൊന്നേ. ഓർത്തു നോക്കി, എന്തോ ഒരർത്ഥമാ. ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി കവറി കിടക്കുന്ന ആളിന് റീത്ത് കൊണ്ട് വെക്കണത് ചുക്കിന്റെ വെള്ളം പോലെയാ. അനുശോചന സമ്മേളനം ചുക്കിന്റെ വെള്ളം പോലെയാ. മതിയോ? അവന് രക്ഷപ്പെടാൻ ഇത് മതിയോ? നമ്മൾ അതിനു വേണ്ടിയാ നമ്മൾ പാർട്ടി പ്രവർത്തനം. നമ്മൾ ആരാവിടത്തെ? നമ്മളിവിടുത്തെ വലിയ നേതാവ് അല്ലേ? മരിക്കുമ്പോ കിട്ടും 3 റീത്ത്. ഇരുമ്പിന്റെ ഉലക്ക വിഴങ്ങിയവൻ ചുക്കുവെള്ളം കുടിക്കണ മാതിരി ഇരിക്കും. പടച്ചോൻ കാക്കട്ടെ. റബ്ബിന്റെ കൽപ്പന കൈവെടിഞ്ഞാലിന്നേ, വാഴ്ത്തുന്നതിൽ ഫലമില്ല തെല്ലും അന്നേ. നീ നിന്റെ റബ്ബിന് തൃപ്തി വന്നാൽ പിന്നെ സൗഭാഗ്യവാന്മാരിൽ പെടുത്തും അന്നേ. നീ നിന്റെ പാതയിൽ അടിയുറപ്പിക്കെന്നേ, അകറ്റന്റെ റബ്ബേ നീ ജഹന്നവുമന്നേ.
ഗുണം ചെയ്യണേ നബിക്കും ഇലാഹി നിന്നെ സ്തുതിക്കുന്ന കാലം മാലിനെല്ലാം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നസീഹത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മരിക്കുന്നത് വരെ ഒരു വഖത്ത് നിസ്കാരം പോലും ഖലാക്കാതെ കൃത്യമായി നിസ്കരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ ചിലവഴിച്ച ഓരോ സമയം ലൈറ്റൊക്കെ ഓഫ് ആയിക്കോളി, ഏതെങ്കിലും ഒരു അറ്റത്ത് ഒന്നിട്ടിട്ട് ബാക്കി മൊത്തം ഓഫ്, എല്ലാവരും കുറച്ചുകൂടെ അടുത്തോട്ടിരിക്കും. ഇനി ദിക്റും ദുആയിലേക്ക് കടക്കാൻ പോവാൻ. ഉറക്കം വരുന്നവരൊക്കെ നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് നല്ല ഉഷാറാവണം. ഇനി ഉറങ്ങാൻ പാടില്ല. പാട്ട് കേൾക്കുമ്പോൾ ഉറങ്ങാം, പക്ഷെ ഇനി ഉറങ്ങാൻ പാടില്ല. ഇനി നമ്മുടെ ഖബറിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോണ വളരെ ശ്രേഷ്ഠമായ അമലാണ്. വെളിച്ചം കുറഞ്ഞ ലൈറ്റ് ഇട്ടാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഓഫാക്കിയിട്ട് എല്ലാവരും ഇത്തേക്ക് വന്നില്ല. അത് ഏതെങ്കിലും ഒരു ചെറിയൊരു ലൈറ്റ് ഇട്ടിരുന്നാൽ മതി. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. എല്ലാവരും ദിക്ർ ചെല്ലണം. എണ്ണമൊന്നും എടുക്കേണ്ട ആരും, എണ്ണം വേണ്ട. ദിക്ർ ചെല്ലി അതിന്റെ മാതിരിയിൽ എത്തുമ്പോൾ നിർത്താൻ സമയമാകുമ്പോൾ നമുക്ക് നിർത്താം. ഒന്ന്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ നിങ്ങളുടെ യദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും, നിങ്ങളുടെ ഈമാൻ പുതുക്കുന്നതിന്റെ മരുന്ന് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അതുപോലെ ഹൃദയം പ്രകാശിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ നൂറുണ്ടാവാനുള്ള മരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അതുകൊണ്ട് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തൗഹീദിന്റെ ആ നമ്മുടെ ദുആഇന് മുമ്പ് ഇൻഷാ അല്ലാഹ് വളരെ ആത്മാർത്ഥതയോടുകൂടി സാവകാശം, വലിയ ശബ്ദത്തിലും ഉച്ചത്തിലുമല്ല, സാവകാശം. ജദ്ദിദു ഈമാനക്കും